ഗജാനനം ഭൂത ഗണാതിസേവിതം കവിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കരപ്രഭൃതിഭർ ദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മ സംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനീകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപോജ്വലാംഗം പരശുമൃഗവരാഭീതിഹസ്തം പ്രസന്നം പദ്മാസീനം സമന്താൽ സ്തുതാമരഗണേർവ്യാഘ്രകൃത്യം വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖിലഭയഹരം പഞ്ചവക്ത്രം ത്രിനേത്രം കൈലാസാദ്രിനിഭം ശശാങ്കകലയാ സ്ഫൂർജടാമണ്ഡലം നാസാലോകനതൽപരം തൃണയനം വീരാസനാധ്യാസിതം മുദ്രാടങ്കകുരംഗജാനുവിലസദ്ബാഹും പ്രസന്നാനനം കഷാബദ്ധഭുജംഗമം മുനിവൃതം വന്ദേ മഹേശംബരം. ഓം നമ ശിവായ 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 ഓം നമ ശിവായ. നമ ശിവായ രാമമന്ത്രം എത്രയും സുഖപ്രദം സമസ്ത ദുരിതനാശനം നമ ശിവായ പാഹി മാം. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. നമോ നമ ശിവായ മേ നമ ശിവായ പാഹി മാം. ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. രുക്മിണി മോഹൻ, ബിജി ബിജു, ഗീതാ നായർ, ജഗതമ്മ, ശ്രീകല, ജയാനിൽ, കല നാരായണൻ, നിർമ്മല രമേഷ്, ഗീതാ സോമരാജൻ, പ്രസന്ന, ബാലൻ, സുജ, എല്ലാവർക്കും ഭഗവാന്റെ കൃപ എല്ലാവരിലേക്കും എത്തുന്നു. എല്ലാവരും ഭക്തിപൂർവ്വം ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല. നമ്മൾ ലൗകികമായ വിശപ്പിൻ്റെ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെയാണ് ആത്മീയമായ വിശപ്പ്. അതും എല്ലായ്പ്പോഴും ചെയ്യുന്നില്ല എല്ലാവരും. ഇപ്പോൾ തന്നെ കമൻസുകളൊക്കെ വളരെ വളരെ കുറഞ്ഞപ്പോൾ മനസ്സിലാക്കാം ഭക്തി എത്രത്തോളം വർദ്ധിച്ചു എന്ന്. കാരണം അത്രമാത്രം താഴേക്ക് പോകുന്ന എല്ലാവരും. എന്താ ഈ ലോകം അങ്ങനെയാണ്. ഈ ലോക ജീവിതത്തിൽ കാരണം ഇത് മോഹവലയിൽ പെട്ടുപോകും. എത്രയൊക്കെ ഇന്ന് അത്രത്തോളം വേണം നമ്മൾ ചിന്തിക്കും. പക്ഷേ അടുത്ത നിമിഷം ലൗകികത്തിലേക്ക് പോകും. അതാണ് ഈ മായ.
അതിനെ കവർ ചെയ്യാൻ അല്പം വൈരാഗ്യം വേണം. എനിക്ക് ഇതിൽ നിന്ന് മുക്തനാകണം എപ്പോഴും, അല്ലെങ്കിൽ ദുഃഖ ദുരിതങ്ങൾ കൊണ്ട് ഭയങ്കര വിഷമമായി മാറും. ഇതിനാണ് എത്രമാത്രം വേദം ഓതിയാലും അനുഭവിക്കേണ്ടത് അല്ല, ചെവിയുള്ളവനല്ലേ കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് എന്ത് വരും, കൂടെ 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 വിഷമങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഒട്ടും ഈശ്വരനെ അറിയാത്തവർക്കാണെങ്കിലോ എപ്പോഴും ദുരിതമായിരിക്കും. എന്നാൽ അല്പമെങ്കിലും അറിയുന്നവരെ ഭഗവാൻ അതിൽ കൂടെ വളർത്തി വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ചെറിയ ചെറിയ ശിക്ഷകളെ കൊടുക്കും. അങ്ങനെ അതിൽ കൂടി നന്നാക്കിയിട്ട് പിന്നെ ആ ഒരു ഭക്തൻ എന്താ ഭാവിക്കുന്നത്, എല്ലാ സൗകര്യങ്ങളും എന്ത് നമുക്ക് വേണം അതെല്ലാം കൊടുത്ത് നിറവേറ്റി പോകുന്നതാണ് ഈശ്വരൻ. പക്ഷേ അത് എടുക്കാതിരുന്നാൽ നമുക്ക് അടി കിട്ടും. അടി കിട്ടുന്നതിന് മുമ്പേ നമ്മൾ അത് ചെയ്താൽ അടി കിട്ടത്തില്ല. അഥവാ എന്തെങ്കിലും ചെറിയ ചെറിയ ഒരു നുള്ളു പോലെയൊക്കെ തരത്തുള്ളൂ. അദ്ദേഹം ഒട്ടും ദൈവത്തെ അറിയാത്തവർക്കാണെങ്കിൽ മഹാദുരിതങ്ങളായിരിക്കും. അങ്ങനെയാണ് ഒരുപാട് കരകയറാൻ പറ്റാത്ത ദുരിതം കൊണ്ട് നമുക്ക് അത് വേണോ, ചെറിയ ചെറിയ ശിക്ഷകൾ വേണോ? എന്നാൽ ചെറിയ ശിക്ഷകളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമ്മൾ പ്രയത്നിച്ചാൽ, നമ്മൾ ഈശ്വരനിലേക്ക് അടുത്താൽ നമുക്ക് ഒരു ശിക്ഷയും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മുടെ ഈ ലോക ജീവിതത്തിലേക്കുള്ള മമത ഒന്ന് കുറച്ചാൽ മാത്രം മതി. ബാക്കി എല്ലാം അവിടെ നിലനിൽക്കും. എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെ ഭഗവാൻ ഒന്നും നമുക്ക് കുറയ്ക്കത്തില്ല. അത് നമ്മൾ മനസ്സുകൊണ്ട് എൻ്റേതെന്നുള്ള ആ ഒരു അഹം, എനിക്കിതൊക്കെ എൻ്റെ ശരീരം, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഞാൻ ആരാ, അല്ല എനിക്കിതൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന ചിന്ത ഉണ്ടാവാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ എല്ലാം നിലനിൽക്കുകയും ചെയ്യും. പോരാത്തതെല്ലാം ദൈവം തന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യമില്ല, ഈശ്വരൻ നിലനിന്ന് പൊക്കോളും, എല്ലാം തന്നുകൊണ്ട് പൊക്കോളും. അത് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൃദയത്തിൽ ചിന്തിച്ചാൽ മതി, അത് സംഭവിക്കുകയും ചെയ്യും. അപ്പം എപ്പോഴും ദുരിതത്തിൽ കിടക്കുന്നതാണോ നല്ലത്, ഏതാ നല്ലത്? ചിലർ പറയും ഭഗവാനെ കൃഷ്ണനെ ആരാധിച്ചാൽ എല്ലാം നമ്മൾക്ക് നമുക്കുള്ളതൊക്കെ എടുത്ത് കളയുമെന്ന്. ഈ ഒരു വകുപ്പ് അത് അറിയാത്തതുകൊണ്ടാണ്. ഇത് എന്തുകൊണ്ടാണ് എടുത്ത് കളയുന്നത്? ഒട്ടും ഈശ്വരനെ അറിയാത്തവർക്ക് എടുത്ത് കളയും. അല്പമെങ്കിലും അറിഞ്ഞറിഞ്ഞ് വരുന്നവർക്ക് എന്ത് ചെയ്യും? ഓരോ തെറ്റിനും കൊച്ചു കൊച്ചു തെറ്റുകൾ വരുമ്പോൾ കൊച്ചു തെറ്റിനെ ശിക്ഷിച്ച് വന്ന് മേലോട്ട് കൊണ്ടുവന്ന് നമ്മളെ ഒരു ഉത്തമനോ ഉത്തമയോ ആക്കി വയ്ക്കുന്നതാണ് ഭഗവാന്റെ കടമ. അതെന്തെന്ന് വെച്ചാൽ, നമ്മുടെ അച്ഛനും അമ്മയും കുട്ടികളായ നമ്മളെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ കൊച്ചു ശിക്ഷകൾ തന്ന് നമ്മളെ നന്നാക്കി എടുക്കുന്ന ചുമതല അച്ഛനും അമ്മയ്ക്കും ഉള്ളതാണ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും മാത്രമേ വേദനയുള്ളൂ. ഒരു രക്ഷകർത്താവിനാണ് അതിൻ്റെ വേദന. ഇവിടെ രക്ഷകർത്താവ് ആരാണ്? ഭഗവാൻ നാരായണനാണ്. പാലനം, രക്ഷിക്കുക. ഇവിടെ ജന്മം തരുന്നത്, സൃഷ്ടിച്ചു തരുന്നത് ബ്രഹ്മാവാണെങ്കിൽ രക്ഷകർത്താവ് ഭഗവാൻ നാരായണൻ്റെ അവതാരമായ കൃഷ്ണനും അതാണ്. അപ്പോൾ കൃഷ്ണനോ നാരായണനോ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണു നമ്മളെ ശിക്ഷകൾ തന്ന് നന്നാക്കി എടുക്കും. തെറ്റില്ലെങ്കിൽ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ തെറ്റുകാരായിട്ടല്ലേ ശിക്ഷിക്കുന്നത്. തെറ്റ് ചെയ്യാത്തവനെ ശിക്ഷിക്കത്തില്ലല്ലോ. നമ്മുടെ അച്ഛനമ്മയും നമ്മളെ തെറ്റില്ലെങ്കിൽ എന്നെ ഉത്തമി എന്നായിരുന്നു വിളിക്കുന്നു എൻ്റെ അച്ഛൻ. എന്താ കാരണം? എനിക്ക് തെറ്റില്ലായിരുന്നു, കുട്ടിനാളിലെ എനിക്ക് തെറ്റില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെയായി. നമ്മൾ തെറ്റിനാണ് അച്ഛനമ്മയും നമ്മളെ അടിക്കുന്നത്. എന്നെ അടിക്കുമായിരുന്നു. എന്തിനായിരുന്നു? ജ്യോതിഷം പഠിപ്പിക്കുന്ന കാണാതൊന്നും വായിച്ച് പഠിക്കാത്തതുകൊണ്ട്. അതുകൊണ്ടായിരുന്നു. അതെനിക്ക് അത്ര ഇഷ്ടവും അല്ലായിരുന്നു. അത് 1 2 ആണോ, കുറേ അങ്ങ് തരും. അപ്പോൾ അങ്ങനെയായിരുന്നു. അല്ലാതെ എന്നെ അച്ഛൻ അടിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ അണ്ണനെ അങ്ങനെയല്ല, അടിക്കുമായിരുന്നു. കുറ്റം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും ഓപ്പോസിറ്റാണ്. ഞാൻ തെക്കെങ്കിൽ അദ്ദേഹം വടക്കാ. കാരണം രണ്ടും അതങ്ങനെ ഇന്നും അങ്ങനെ. 2 മക്കളുണ്ടെങ്കിൽ ഒന്ന് നല്ലത്, ഒന്ന് കുറ്റങ്ങൾ ചെയ്യുന്നതായിരിക്കും. ചിലടത്തേ കാണും. അതെന്താണെന്ന് വെച്ചാൽ ഈ കലിയുഗത്തിൽ ഇത് ദൈവം തന്നെ വച്ചേക്കുന്നതാണ് മക്കളെ. അത് മനസ്സിലാക്കുന്നവർ ബുദ്ധിമാന്മാർ. ഇത് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ നമുക്ക് എപ്പോഴും ആനന്ദിക്കാം. ഈ ലൗകികത്തിലും മമത ഇല്ലാതിരുന്നാൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ഈശ്വരനെ അറിയുമ്പോൾ ഒരു ശിക്ഷയും നമുക്ക് തരത്തില്ല. തെറ്റിനെ കണ്ടെങ്കിലേ ശിക്ഷിക്കത്തുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ ശിക്ഷകൾ തരുമ്പോൾ നമ്മൾ നന്നായാൽ പിന്നെ ഒരു ശിക്ഷയും ഇല്ല. ഇത് അറിവില്ലാത്തവർ ഇതിന് വേറെ രീതിയിൽ പറയും, കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉള്ള സമ്പത്ത് എടുത്ത് കളയുമെന്ന്. ഒരിക്കലും അങ്ങനെ അല്ല. ഇതിന് ഓരോ വകുപ്പുകളുണ്ട്. ഭഗവാൻ ചിന്തിക്കുന്നത് എന്താണ്? നന്നായി നമ്മൾ നന്നാവുന്നതാണോ ഇഷ്ടം, മുടിഞ്ഞു പോകണമാണോ ഇഷ്ടം? പരമേശ്വരനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് എന്ത് കിട്ടും? അവരുടെ ഗുണഗണങ്ങൾ നോക്കാതെ തന്നെ ഭഗവാൻ അനുഗ്രഹം കൊടുക്കും. ഈ ലോക ജീവിതത്തിന് അല്ല, മോക്ഷത്തിലേക്കല്ല. ഈ ലോകത്തിൽ എന്ത് വേണം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം എനിക്കിപ്പോൾ എന്ത് വേണം, അവർക്കായി, അവരെ പാടായി എന്ന് പറഞ്ഞ് പരമേശ്വരൻ്റെ അവതാരം നമുക്ക് തരും. പരമേശ്വരൻ്റെ അവതാരം രുദ്രൻ, ശിവൻ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ സുഖവും പെട്ടെന്ന് കിട്ടുമെന്ന്. അതാണ് ഏത് രാക്ഷസന്മാരോ ദൈത്യന്മാരൊക്കെ വരം മേടിക്കുന്നത് പറയുന്നത്. അതുകൊണ്ടാണ് അവരുടെ തെമ്മാടത്തരം എന്താന്ന് തിരക്കത്തേയില്ല. അവസാനം പരമേശ്വരനെ ഇട്ട് കൊടുക്കുകയും, പരമേശ്വരനല്ല പരമേശ്വരൻ വെച്ചാൽ ലോകപിതാവാണ്. അതിൻ്റെ അവതാരങ്ങളാണ് രുദ്രനും ശിവനും എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ എല്ലാം ഒന്ന് തന്നെ. ഏകമായിട്ട് ചിന്തിക്കുന്നവർക്ക് യാതൊരു അജ്ഞാനം കൂടാതെ എല്ലാം ഏകമെന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്.
എല്ലാ ഈശ്വര അവതാരത്തിനെയും ഞാൻ പ്രാർത്ഥിക്കും. എന്നാൽ എല്ലാം ഏകമാണെന്ന് കണ്ടാൽ അവിടെ അജ്ഞാനമില്ല. ഇതെന്ന് നമ്മൾ സങ്കല്പിക്കുന്നതാണ് അജ്ഞാനത്തിൽ അങ്ങ് കൂടിക്കൂടി പോകും. അതിനേക്കാൾ എന്ത് നല്ലതാ എല്ലാം അദ്വൈതമാണെന്ന് കണ്ട് പ്രാർത്ഥിച്ചാൽ ഏത് രൂപത്തിലും ഏത് നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ഏകമാണെന്ന് മാത്രം കണ്ടാൽ മതി. അപ്പോൾ പിന്നെ ഒരു അലുക്കുലുക്കം നമുക്കുണ്ടാവത്തില്ല. അത് ഭാഗവതത്തിൽ തന്നെ അത് തന്നെ. ഇന്ന് നമുക്കത് വായിക്കാം. അത് തന്നെയാണ് വായിക്കാൻ പോകുന്നത്. നമുക്കത് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഹീലിങ്ങോടുകൂടി തന്നെ ഇതിനെ ഗ്രഹിക്കാനുള്ള ഹീലിങ് എന്ന് പറയാൻ കാരണം പലർക്കും പ്രാർത്ഥന ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേന്നില്ല. അത് ഈ മോഹ വലയത്തിൽപ്പെട്ട് പോകുന്നുണ്ടാണ്. അത് നമ്മുടെ ആപത്തിനാണെന്നുള്ള കരുതിയിട്ട് ബുദ്ധിപൂർവ്വം പ്രയോഗിച്ചാൽ രക്ഷപ്പെടാം. ഇന്ന് മൂർത്തിത്രയഭേദ സേവാഫലം. ഈ മൂർത്തി എന്ന് വെച്ചാൽ പരമാത്മാവായ അദ്വൈതമായിരുന്ന പരമാത്മാവായ ഏകദൈവം പരബ്രഹ്മത്തിൻ്റെ 3 അവസ്ഥകൾ. മൂർത്തി ത്രയം 3 രൂപം. അത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്ന 3 അവതാരങ്ങളുടെ പറ്റിയ സേവാഫലം, സേവിച്ചാലുള്ള ഫലം. ഇപ്പം ബ്രഹ്മാവിനെ സേവിച്ചാൽ ഭഗവാൻ നാരായണനെ, അതായത് വിഷ്ണു കൃഷ്ണനായിട്ടുള്ള ഇപ്പോൾ മഹാവിഷ്ണുവിനെ പകരമാണ് കൃഷ്ണനെ നമ്മൾ പ്രാർത്ഥിക്കുക. അത് രണ്ടും ഒന്നായതുകൊണ്ടാണ്, അതിൻ്റെ അവതാരം ആയതുകൊണ്ടാണ്. അപ്പോൾ കൃഷ്ണനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാലുള്ള സേവിച്ചാലുള്ള ഫലം. പരമശിവനായിരിക്കുന്ന രുദ്രൻ, അത് പരമാത്മാവായ അതായത് മംഗളസ്വരൂപനാണ്. ലോകപിതാവായ നമ്മൾ പരമേശ്വരൻ, അതായത് ജഗദീശ്വരൻ എന്നൊക്കെ പറയുന്ന ഓങ്കാരപ്പൊരുളിനെ, അതിൻ്റെ അവതാരങ്ങളാണ് രുദ്രൻ എന്നൊക്കെ നമ്മൾ ശിവൻ എന്നൊക്കെ പറയുക. അപ്പം ശിവൻ്റെ ജോലി എന്താണ്? സംഹാരമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളവരുടെ 3 മൂർത്തിമാരുടെയും ഗുണഗണങ്ങളെ പറ്റിയാണ് പറയുന്നത്. ആർക്കാണ്, എന്താണ്, ആർക്ക് എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് ഇന്ന വരം കിട്ടുക, ഇതിനെപ്പറ്റിയാണ് നമ്മൾ ആരെയാണ് ധ്യാനിക്കേണ്ടത്, ഇതൊക്കെയാണ് ഇതിൽ പറയുക. ഇതൊക്കെ ആദ്യ അർത്ഥങ്ങളിലുള്ളതാണ്. ഇതൊക്കെ മാറി മാറി അദ്വൈതമായി ഒരു മനുഷ്യൻ എപ്പോൾ ആയിത്തീരുന്നത്, എല്ലാം സകലതും പരബ്രഹ്മമാണെന്ന് കണ്ടാൽ പിന്നെ അവിടെ ഒന്നുമില്ല. ഇതിപ്പോൾ ആദ്യഘട്ടത്തിൽ പഠിക്കുന്നവർക്കൊന്നും നടക്കത്തില്ല. ഇങ്ങനെ ഓരോ മനസ്സിലും ഇങ്ങനെ സംശയങ്ങളാണ്. ശിവനോ വേറൊന്നാണ്, ബ്രഹ്മാവ് അങ്ങനെ ഇങ്ങനെ ഓരോന്ന്, ഭഗവാൻ കൃഷ്ണൻ വേറെ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പോയാൽ ഉള്ള കാലം അജ്ഞാനം കൊണ്ട് മൂടാന്നേ ഉള്ളൂ. ഏകമായിരിക്കുന്ന പരബ്രഹ്മത്തെ തമ്മിൽ ലയിക്കണമെങ്കിൽ ഇതെല്ലാം അതാണെന്ന് കാണാൻ, സർവ്വതും ഏകമായിരിക്കുന്ന പരബ്രഹ്മമാണെന്ന് നമ്മൾ നമ്മളും അത് തന്നെയാണ്. അതാണ് ഒടുക്കം വന്നു ചേരേണ്ടത് നിർഗുണാവസ്ഥ. സർവം മറ്റെല്ലാം ഗുണങ്ങളാണ്. ബ്രഹ്മാവിനൊരു ഗുണം, പിന്നെ സാത്വികനായ മഹാവിഷ്ണു ഒരു ഗുണം, അത് കൃഷ്ണൻ, പിന്നെ പരമേശ്വരൻ്റെ അവതാരമായ രുദ്രന് ഒരു ഗുണം, സംഹാരമൂർത്തി. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുമ്പം സർവ്വതും കാണാൻ മൊത്തവും നാം തന്നെ, എന്നിലും നിന്നിലും സർവ്വചരാചരങ്ങളിലും ആ ചൈതന്യം മാത്രമുള്ളത് അറിയുന്ന ഒരു സമയം ഉണ്ടാകുന്നതാണ് മോക്ഷത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാഠങ്ങൾ ആ മോക്ഷത്തിലേക്ക് കടത്തിവിടുന്നത് മഹാവിഷ്ണു നാരായണനാണ്. സംഹാരമൂർത്തിക്ക് മോക്ഷം പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് സുഖ സൗകര്യങ്ങൾ തരും. നമുക്ക് സുഖ സൗകര്യത്തിൻ്റെ കൂടെ പരമാത്മാ ലയിക്കുന്ന മോക്ഷദായകനും കൂടെ നമുക്ക് അതിനെന്ത് വേണം? എല്ലാ നാമങ്ങളും ചൊല്ലണം. പരമശിവനെ അന്യതാക്കണ്ട, ഒരുത്തരെയും അന്യതാക്കണ്ട, എല്ലാം ഒന്നാണ്. അപ്പോൾ നമുക്ക് പരമശിവൻ്റെ ഗുണവും കിട്ടും. പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ നാരായണ എന്ന് പറയുമ്പോൾ മോക്ഷദായകനായി അതിൻ്റെ അറിവ് നേടിത്തരാനുള്ള വിദ്യകളെല്ലാം പഠിപ്പിച്ചു തരും കൃഷ്ണൻ. കൊച്ചു അടി തന്ന് നമ്മളെ നന്നാക്കി എടുക്കുന്നത് രക്ഷകർത്താവിൻ്റെ ചുമതലയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു അച്ഛനും അമ്മയും ഉണ്ട്, മാമന്മാരോ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും വേദന അമ്മാവന് വരത്തില്ല. അമ്മാവനും എല്ലാം കൂട്ടുകുടുംബാന്ന് കണ്ടോ. പെറ്റ അമ്മയ്ക്കുള്ള വെപ്രാളം, എൻ്റെ കുട്ടി നന്നാവണം എന്ന് അമ്മയാണ് രക്ഷിക്കേണ്ടത്. അമ്മയും അച്ഛനാണ് അവരുടെ കടമ നോക്കേണ്ടത്. എൻ്റെ കുട്ടി ഇന്നതാവണം, എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ആധ്യാത്മികമായ നല്ല അറിവ് നേടണം, ഇതൊക്കെ രക്ഷകർത്താക്കൾ ചിന്തിക്കും. അമ്മാവന് ആ ഉത്തരവാദിത്തമില്ല. അമ്മാവൻ്റെ മക്കളെ ഉത്തരവാദിത്തപ്പെട്ടാൽ മതി. ഇല്ലെന്നല്ല, പലയിടത്തും കാണും. അത് വേറെ ലെവലാണ്. ഇന്നത്തെ ലോകത്ത് അങ്ങനല്ല. അവനവനുണ്ടെങ്കിൽ അവനവന് കൊള്ളാം എന്നുള്ള രീതിയാണ്. അപ്പോൾ നമ്മുടെ യഥാർത്ഥമായ പിതാവ് നാരായണനാണ്. എന്തുകൊണ്ടാണ്? സ്ഥിതി നമ്മളെ രക്ഷിക്കുന്നതാ. സൃഷ്ടാവ് ബ്രഹ്മാവാണെങ്കിൽ നമ്മളെ രക്ഷിക്കുന്ന ആളാണ് മഹാവിഷ്ണു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതല നമ്മൾ ഏത് രീതിയിൽ പോകണം, നമ്മൾ എന്ത് പഠിച്ചെടുക്കണം, നമ്മൾ എന്തായി തീരണം എന്ന് ചിന്തിക്കുന്ന രക്ഷാർത്ഥാവിൻ്റെ ചുമതലയാണ്. എന്നാൽ പരമേശ്വരൻ നമുക്കൊരു അമ്മാവനാന്ന് കൂട്ടിക്കോ. കാരണം സംഹാരമൂർത്തിയാണ്. അമ്മാവന്മാർ സ്നേഹമൊക്കെ തരും, ലാളന ഉണ്ടെങ്കിൽ കുറച്ച് സമ്പാദ്യങ്ങൾ എന്നാ മക്കളെ ചേടാറല്ലേ തരും. പക്ഷേ എന്ത് ചെയ്യും? ചിന്തിക്കുന്നത് എത്രയും സ്നേഹം കിട്ടിയാൽ മതി ചിന്തിക്കൂ. പക്ഷെ നന്നാക്കി എടുക്കാൻ അമ്മയെപ്പോലെ ആർക്കും പറ്റത്തില്ല.
ഒരു രക്ഷകർത്താവിന് മാത്രമേ അമ്മയ്ക്കും അച്ഛനും മാത്രമേ കഴിയൂ. അതാണ് ലോക പരാശക്തി, ലോക മാതാവ്. ആ മാതാവും പിതാവിനും ലോക പരമാത്മാവായിരിക്കുന്ന പരബ്രഹ്മമൂർത്തിയാണ്. അത് രക്ഷകനായിട്ട് വന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം ഒന്ന് തന്നെ. എന്നാൽ നമ്മൾ ഭാഗവത്തിൽ എന്താണ് കിടക്കുന്നത്, മോക്ഷമാർഗത്തിലേക്കും എല്ലാം നയിക്കുന്നത്, അതും കൂടെ നമുക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഈ ലൗകികമായ സുഖം മാത്രം മതിയെങ്കിൽ തട്ടും മുട്ടും ഒക്കെ കൊണ്ട് അല്പ ആശ്വാസം പരമശിവൻ തരും, തരും. അടുത്ത നേരം ചോദിക്കണം, ഇല്ലെങ്കിൽ തട്ടുമുട്ടൊക്കെ കിട്ടും, നല്ല അടി കിട്ടും. അന്നേരം പരമശിവനോട് കുറ്റം പറയോ, എനിക്ക് എന്താ പരമേശ്വര ശിവ രുദ്രന ഒക്കെ പ്രാർത്ഥന, എന്താ എനിക്ക് ഈ അടിയും പിടിയൊക്കെ കിട്ടുന്നതെന്ന് ചോദിക്കുമ്പം കൈമലർത്തി കാണിക്കും. അത്രയേ ഉള്ളൂ. അത് രക്ഷകൻ അങ്ങനല്ല, പരമാത്മാവ് മഹാവിഷ്ണു അങ്ങനല്ല, നമ്മളെ രക്ഷിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കിത് വായിക്കാം. ഏവം മുനീന്ദ്രന്റെ വാക്കുകൾ കേൾക്കയാൽ ഭേദഭ്രമം തീർന്നു നിർമ്മലാത്മാവായി. അപ്പോൾ മൂർത്തിത്രയ ഭേദ സേവാഫലം, 3 മൂർത്തികളെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ അവരെ സേവിച്ചുള്ള ഫലത്തെ പറ്റി പറയുന്നു. അപ്പം അതിന് മുന്നേ നമ്മൾ വായിച്ചത് ഇതായിരുന്നു, ശ്രുതിധര വർണ്ണനമായിരുന്നു. അതായത് ആദിയും അന്ത്യവും മധ്യവും ഒന്നും അല്ല പരമാത്മാവ്, ഏക പരബ്രഹ്മം എന്നോ ഇവിടെ ഉള്ളതാണ്. അതിന് ആദിയും പറയാൻ പറ്റത്തില്ല, അത് എന്നാ ഉണ്ടായെന്നോ എന്ന് അവസാനിക്കുന്നോ അതിൻ്റെ മധ്യമോ ഒന്നും നമുക്ക് നിർണ്ണയിക്കാനൊക്കാത്തൊരവസ്ഥയാണ്. അങ്ങനെയുള്ള പരമാത്മാവിൻ്റെ പല പല അവതാര കഥകളെപ്പറ്റിയും ശ്രുതിധര വർണ്ണനത്തെപ്പറ്റി വിവരിച്ച് നമ്മൾ എന്താ പറയുക, ആദിയും മധ്യവും അന്തവും ബ്രഹ്മമാം. ആദി മധ്യാന്തങ്ങൾ ഒന്നെന്നിരിക്കയാൽ, ഇതെല്ലാം ഒന്നെന്നിരിക്കൽ. അല്ല, ഇതിന് ആദ്യം ഉണ്ടോ ഇല്ല, മധ്യം എന്താണെന്നറിയില്ല, അന്ത്യം ഒടുക്കൽ എന്നാന്നും അറിയില്ല. അങ്ങനെയുള്ള ഭഗവാന്റെ അതെല്ലാം അത് പരബ്രഹ്മം, അത് എല്ലാം 3ഉം ആ ബ്രഹ്മം തന്നെ. ആദിയും മധ്യവും അന്തവും ഇതെല്ലാം ആ ബ്രഹ്മം തന്നെ എന്ന് മനസ്സിലാക്കി ആദിപുമാനെ സദാ ഭജിച്ചിടോ, അങ്ങനെയുള്ള ആ പരബ്രഹ്മത്തെ ഭജിക്കുമെന്നാ പറയാം. ആ ആദിയും അന്തവും മധ്യവും എന്തെന്ന് തിരിച്ചറിയാൻ ആർക്കും പറ്റാത്തൊരു പരബ്രഹ്മമാണ് ലോകം നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. പരമേശ്വരൻ, പരംപിതാവ്, ഓങ്കാരപ്പൊരുൾ എന്ന് പറയുന്ന എന്താ പറയുക, ആ ഒരു ആത്മാവ്, പരമാത്മാവിനെ സദാ ഭജിച്ചിടോ. അവിടെ പിന്നെ വേറൊരു രൂപമോ ഇല്ല. അങ്ങനെയുള്ള ആദിപുമാനെ സദാ ഭജിച്ചിടോ, എപ്പോഴും ഭജിക്കാൻ നമ്മൾ അതിൻ്റെ കറ തീർന്ന് നമ്മൾ വെച്ചു. എന്നിട്ട് ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താണ്, ഈ 3 അവതാരത്തിനെ പറ്റിയുള്ള ഭേദങ്ങളെ പറ്റി പറയുക, സേവിച്ചുള്ള ഫലത്തെ പറ്റി പറയുക. അപ്പോൾ മറ്റതൊക്കെ ഇനി നമ്മൾ ചേർന്ന് ലയിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. ഇങ്ങനെ ആരാണ് ശ്രുതിധര വർണ്ണനം അങ്ങ് ഉഷക്കാലെ ചിന്തിപ്പൻ ജ്ഞാനിയാകുന്നത്. അപ്പോൾ ജ്ഞാനിയുടെ ലക്ഷണം പറഞ്ഞ് തീർത്തു വെച്ചു. ജ്ഞാനികൾ എന്തു ചെയ്യണം, സർവ്വതും ഏകമായ പരബ്രഹ്മമാണെന്ന് എപ്പോൾ തിരിച്ചറിയുന്നു, അതാണ് ജ്ഞാനം, അറിവ്. എന്നിട്ട് ഇപ്പം പറയുന്നു മൂർത്തിത്രയ ഭേദ സേവാഫലം. 3 മൂർത്തികളുടെയും എന്താ നമുക്ക് തരുന്ന അവരെ സേവിച്ചാൽ, പരമേശ്വരനെ സേവിച്ചാൽ, വിഷ്ണുവിനെ സേവിച്ചാൽ, ബ്രഹ്മാവിനെ സേവിച്ചാൽ എന്താണ് ഫലം നമുക്ക് കിട്ടുന്നത്, അതാ. അപ്പോൾ ഇത് ഈ മുനീന്ദ്രൻ്റെ, ഈ ശ്രീശുക മഹാമൻ്റെ വാക്കുകൾ കേട്ട് ഭേദഭ്രമം തീർന്ന് നിർമ്മലാത്മാവായി കേവല ഭക്തനാകും പരീക്ഷത്തഥ കേവല ആനന്ദചിത്തനായി ചോദിച്ചു. ഇത്രയെല്ലാം പറഞ്ഞ് ഉറപ്പിച്ച് വെച്ച ഇപ്പം വീണ്ടും മുനീന്ദ്രനോട് പരീക്ഷ ചോദിക്കുക, ആനന്ദചിത്തനായിട്ട് ചോദിക്കുക. എന്താ കാരണം, സർവ്വതും ഏകാത്മാവായിരിക്കുന്ന പരബ്രഹ്മമാണെന്നും അതിൽ ലയിച്ചിരിക്കേണ്ട അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് സന്തോഷത്തോട് ആനന്ദത്തോട് ചോദിക്കുന്നു. സർവജനങ്ങളും സംഹാരമൂർത്തിയാം സർവനെ സേവിക്കൽ ഭോഗ സമൃദ്ധികൾ വേഗത്തിൽ വന്നു കാണുന്നിതു മാമുനി. സംശയങ്ങൾ ഉടലെടുക്കുക. പരീക്ഷത്തിന് സംശയങ്ങൾ എന്താണ്, സർവജനങ്ങളും നമ്മളെ ലോകത്തുള്ള നമ്മളെപ്പോലുള്ള എല്ലാവരും ചോദിക്കുന്നത് സംഹാരമൂർത്തിയായിരിക്കുന്ന ശർവനെ, രുദ്രനെ, പരമശിവൻ്റെ അവതാരമായ ശിവനെ. അതായത് അപ്പം പരമാത്മാവായ ശിവനോ അല്ലെങ്കിൽ നാരായണനോ ഒരുപാട് അവതാരങ്ങളുണ്ട്. നാരായണൻ്റെ, അത് മഹാവിഷ്ണുവിൻ്റെ അവതാരം കൃഷ്ണനും ശ്രീരാമനും ബലരാമനും പരശുരാമനും നരസിംഹവും മത്സ്യ കൂർമ്മ വരാഹ നരസിംഹ, ഇങ്ങനെയുള്ള എല്ലാ അവതാരങ്ങളും മഹാവിഷ്ണുവിൻ്റെ ആണെങ്കിൽ, അതുപോലെ പരമശിവൻ്റെ അവതാരങ്ങളാണ് രുദ്രനും. അങ്ങനെ ഒത്തിരി ഉണ്ട്, അതൊന്നും എനിക്കിപ്പോൾ പറയാൻ അറിയില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവതാരങ്ങളാണ് അമ്മയ്ക്കുണ്ട്. ലോക മഹാപരാശക്തിയായ അമ്മയ്ക്ക് എത്ര അവതാരങ്ങളാ. അതല്ലേ നവരാത്രി പൂജകൾ,
ഓരോ അമ്പലത്തിൽ ഓരോ വിഗ്രഹ രൂപത്തിലും നാമത്തിലാണ് ദുർഗയും ഭദ്രയും പിന്നെ കാളി ഇങ്ങനെ ഇങ്ങനെ എത്രയോ ഞാനിതൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടും അമ്പലത്തിലൊക്കെ പോകാത്തതുകൊണ്ട് എനിക്ക് എല്ലാം പോയാൽ അവിടെ എല്ലാം അമ്മ തന്നെയാണ്. അവിടെ ഇന്ന അമ്മയൊന്നുമില്ല, എല്ലാം ഏകമായ അമ്മയായിട്ടേ ഞാൻ കാണും. എനിക്കല്ലാതെ ദുർഗ ആരാണെന്നോ ഭദ്രകാളി ആരാണെന്നോ മൂകാംബി അങ്ങനൊന്നും എനിക്കറിയത്തില്ല. എനിക്കെല്ലാം അമ്മ ദേവി മഹാമായ ശക്തി സ്വരൂപിണി അതേ ഉള്ളൂ. അല്ല അത് ഭഗവതി എന്നോ സരസ്വതി എന്നോ എന്തോ ആയിക്കോട്ടെ, മഹാലക്ഷ്മി ആവാം, എല്ലാം പാർവതി ഒക്കെ ആവാം, ഇതൊക്കെ എനിക്ക് ഏകമാണ്. അതുപോലെ തന്നെ എല്ലാ അമ്പലത്തിലും ശിവനായാലും മഹാവിഷ്ണു ആയാലും എല്ലാം എനിക്ക് പരമേശ്വരനായ ദൈവം ഏകനാണ്. അല്ല എനിക്ക് ഇന്നയെന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് തീർക്കാനോ പ്രാർത്ഥിക്കാനോ എനിക്കറിയില്ല, ഒന്നിനോട് ഒരാവശ്യം പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് എനിക്കെല്ലാം ഏകമാണ്. ഇതിവിടെ എന്ത് പറയുന്നു? ഇങ്ങനെ ശർവനെ സേവിക്കൽ, അത് പരമേശ്വരൻ്റെ അവതാരമ രുദ്രനെ സേവിച്ചാൽ ഭോഗസമൃദ്ധികൾ, ഈ ലോകത്തിലുള്ള ആവശ്യങ്ങൾ എന്താണ്, നമുക്ക് ശരീരത്തിന് ആവശ്യമായ സുഖ സൗകര്യങ്ങൾ ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ അതൊക്കെ വേഗത്തിൽ വന്നു കാണുന്നത് മാമുനി. പരീക്ഷത്ത് പറയുന്നത് സർവ്വ പേർക്കും ഈ രുദ്രനെ പ്രാർത്ഥിച്ചാൽ സേവിച്ചാൽ എല്ലാ സുഖ ഐശ്വര്യം ഈ ലോക ജീവിതത്തിലെ മോക്ഷമല്ല, ആധ്യാത്മികമല്ലാതെ ലൗകികമായ സുഖ സൗകര്യങ്ങളെല്ലാം വേഗത്തിൽ കൊടുക്കുന്നുണ്ടല്ലോ ശിവനെ പ്രാർത്ഥിച്ചാൽ. അതെന്താ എന്ന് ചോദിച്ച് സംശയം മാറ്റി കൊടുക്കാൻ ആരോട് ചോദിക്കുന്നത്? മഹാമുനി ശ്രീ ശുക മഹാമുനി അടുത്ത് ശ്രീ പരീക്ഷത്ത് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, യോഗേശനാകിയ മാധവം അല്ല, ഇനിയും ചോദിക്കുകയാണ്. പിന്നെ ഞാൻ ഉത്തരം ഇപ്പോൾ പറയുന്നില്ല, ഇനിയും അടുത്ത ചോദിക്കുകയാണ്. രുദ്രനെ പറ്റി ചോദിക്കുന്നു. എല്ലാവർക്കും ഈ ലോക ജീവിത സുഖ സൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെയോ യോഗേശനാകിയ മാധവനെ ചിന്തിക്കലും ഭഗവാൻ നാരായണനെ കൃഷ്ണനെ, അത് മഹാവിഷ്ണു ആയിരിക്കുന്ന ഈ പാലാഴിവാസനാണല്ലോ മഹാവിഷ്ണു, ആ അവതാരങ്ങളാണല്ലോ കൃഷ്ണനും. അപ്പോൾ ഈ കൃഷ്ണനെ, അത് മാധവം, കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ യോഗേശനാണ്, യോഗത്തിൻ്റെ, അതാണ് നമുക്ക് മോക്ഷത്തിലേക്ക് പോകുന്ന യോഗേശൻ. ആ യോഗേശനാകിയ മാധവം ചിന്തിക്കൽ, കൃഷ്ണനെ ചിന്തിച്ചാൽ തന്നുടെ അർത്ഥങ്ങൾ നാശമായി കാണുന്നു എന്ന് പറയുന്നു. അപ്പം കൃഷ്ണനെ നമ്മൾ സേവിച്ചാൽ നമുക്ക് ഉള്ളതൊക്കെ നാശമായി കാണുന്നു. പിന്നെ പ്രസാദിപ്പാനാണെങ്കിലോ ബഹുകാലവും വേണം. രക്ഷകർത്താവ് അതാകുന്നു മഹാവിഷ്ണു, ശിക്ഷകർത്താവ് അതാകുന്നു മഹേശ്വരൻ. ഈശ്വരന്മാരിവർ തങ്ങളെ സേവിച്ചാൽ ഇച്ഛ സിദ്ധിക്കും. ശിവൻ വിഷ്ണു തന്നുടെ പാലന കർത്താത്മകനായി വരുമെന്നോ? ഇങ്ങനെ ഓരോ ചോദ്യങ്ങളാണ്. എന്താണ് ഇപ്പം മനസ്സിലായോ? ഭോഗസുഖങ്ങളൊക്കെ കൊടുക്കുന്നത് ശിവനെ പ്രാർത്ഥിച്ചാലാണ്. എന്നാൽ മാധവനെ കൃഷ്ണനെ ചിന്തിച്ചാൽ സേവിച്ചാൽ നമുക്കുള്ളതൊക്കെ പുറമേ ഉള്ള സുഖ സൗകര്യങ്ങളൊക്കെ നാശമായി കാണുന്നു, ഇല്ലാതെ പോകുന്നു. എന്നിട്ടോ ഭഗവാൻ കൃഷ്ണനാണെങ്കിലോ പെട്ടെന്ന് നമ്മളെ പ്രസാദിക്കത്തുമില്ല, വരം പെട്ടെന്ന് തരത്തുമില്ല, അത് ബഹുകാലം കഴിയണം. അതെന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ മണ്ടന്മാർക്ക് അറിയില്ല, ചോദിക്കുന്നവർക്ക്. എന്താ കാരണം? നമ്മളെ അരിച്ചു കുണിച്ച് കുറച്ച് കൂട്ടി കുഴച്ചെല്ലാം ചെയ്ത് നമ്മളെ ഒരു പരുവത്തിൽ സ്വർണ്ണം ഇട്ട് തീയിലിട്ട് പഴുപ്പിച്ച് ചുട്ട് അത് സ്വർണം തിളക്കാൻ കുറച്ച് കാലം എടുക്കും മക്കളെ. അതുകൊണ്ടാണ് ബഹുകാലം. പക്ഷെ പരമേശ്വരൻ്റെ ആവശ്യമില്ല. നമ്മൾ പരമേശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ ഇതൊക്കെ ആ കഷ്ടമല്ലേ, കൊണ്ടുപോട്ടെ, നിനക്ക് എന്താ ആവശ്യം? എനിക്ക് നല്ലൊരു വീട് വേണം ഭഗവാന്, ഓക്കെ നീ പിടിച്ചോ. പക്ഷേ നമ്മളാരാ? വീണ്ടും നാളെയും ചോദ്യകർത്താവാ. വീട് കിട്ടുമോ? നാളെ പറയും ഒരു കാറ് വേണം പരമേശ്വര എന്ന് പറയും. ഇങ്ങനെ 90 വയസ്സിൽ നമ്മൾ പറയും ഭഗവാനെ എൻ്റെ കൊച്ചുമക്കളെ കെട്ടിക്കണം, അപ്പോഴും പറയും ഓക്കെ. പിന്നും പറയും അതിനൊരു കൊച്ചു വന്ന് കാണണം, ഒരു പെണ്ണ് കെട്ടിക്കണം. ഇങ്ങനെ മരണസമയത്തും ചിന്ത ചെയ്യും. ഏതാ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ ചിന്തിച്ചോണം. ഇവിടെ രക്ഷകർത്താവായി നിൽക്കുന്ന പരമ്പരകളായിരിക്കുന്ന നാരായണൻ്റെ ആവശ്യം എന്താണ്? സ്വന്തം മക്കളെ പരമാത്മാവിലേക്ക് കൃഷ്ണനിലേക്ക് അടുപ്പിക്കണം. ഭഗവാൻ അതിനാണ് സ്വന്തം മക്കളെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്, വിത്ത് വിതച്ചിട്ടേക്കുന്നത്. നിങ്ങൾ 100 മേനി കൊയ്ത് വിളവെടുത്ത് എല്ലാവരെയും എങ്ങനെയാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നു അത് നമ്മൾ ആയിത്തീർന്ന് നമ്മൾ മോക്ഷത്തിലേക്ക് ഈശ്വരങ്ങളിലേക്ക് ഇവിടെ ആനന്ദസുഖം അനുഭവിക്കാൻ. ഇതാണ് കൃഷ്ണൻ കാണുന്നത്. അതുകൊണ്ട് അത് താമസം ബഹുകാലം ഉണ്ടാകും. പക്ഷേ ഇത് അറിവില്ലാത്തവർ പറയുന്നത് എന്താണ്? അയ്യോ നിങ്ങൾ പരമേശ്വരനെ പ്രാർത്ഥിക്കണേ, ഇല്ലെങ്കിൽ ഇവിടെ ലോകത്തൊന്നും ഉണ്ടാവത്തില്ല, നമ്മൾ നശിച്ചു പോവും, നമുക്ക് ദാരിദ്ര്യമായിപ്പോവും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ ഇന്ന് വെള്ളം കുടിക്കാൻ കഷ്ടപ്പെട്ട് ഇവിടെ കിടക്കണമായിരുന്നല്ലോ, എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ കിടക്കണമായിരുന്നല്ലോ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ അത്രത്തോളം തെറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ശിക്ഷ വരത്തുള്ളൂ. അത് തെറ്റുണ്ടെങ്കിൽ ശിക്ഷിക്കണമല്ലോ. കുറ്റം തെളിഞ്ഞ് നല്ലവനായി പോകണ്ടേ?
തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിന് തിരുത്ത് തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ നമ്മുടെ ശാരീരമായും അതായത് ആത്മീയമായും എല്ലാ സുഖങ്ങളും അത് എങ്ങനെ പോകണം, എന്തായി തീരണം, മനസ്സാ വാച കർമ്മണ നമ്മൾ എങ്ങനെ പ്രവൃത്തിയിൽ കൂടെ കൊണ്ടുവരണം, അതിന് കുറേ കാലം പിടിക്കും. നമ്മൾ യന്ത്രമൊന്നുമല്ല, പഞ്ചഭൂത നിർമ്മിതമായ ശരീരമാണ്. നമ്മൾക്ക് ഒരുപാട് ദുഃഖ ദുരിതങ്ങളിൽ കൂടെ കടന്നു പോകാനുണ്ട്. ഈ ജീവിതം ഒരു ഗൃഹസ്ഥാശ്രമം അങ്ങനെയാണ്, ജീവിതം അങ്ങനെ കിടക്കുക. അതിൽ കൂടി തരണം ചെയ്ത് അതാണ് സ്വർണം പഴിപ്പിച്ച് അഗ്നിയിലിട്ട് തീയിലിട്ട് പഴിപ്പിച്ച് അഴുക്കിനെ മാറ്റി തിളക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. അത്രമാത്രം തന്നെയാണ്. അത് നന്മ ഉള്ളവനെ അങ്ങനെ പാടില്ല, പെട്ടെന്ന് തിളക്കാം, ചുട്ടുപഴിപ്പിക്കണ്ട, വലിയ ദുരിതവും ദുഃഖവും തരണ്ട, ചെറിയ മതി. ഒന്ന് തൊടുമ്പോഴേ അവനറിയാം അവൻ നല്ലവനാണെങ്കിൽ അവൻ എത്തിപ്പിടിച്ചോളും. അവൻ ഒരിക്കലും കൊള്ളാത്തവനാണെങ്കിൽ അവനെ ഈ ലോകത്ത് തന്നെ ഇട്ടേക്കും. നീ അവിടെ കട അല്പം കൊണ്ടുപോകാൻ കൊള്ളാം, ഭഗവാൻ നോക്കും ഇവൻ എങ്ങനെയുണ്ട്, കുറച്ചുകൂടെ ഒന്ന് ഒരുക്കിയെടുത്ത് അവൻ നന്നാവും. അല്പം ഉണ്ട് അവൻ്റെ കയ്യിൽ ഈശ്വരാംശം, എന്നാൽ കുറച്ചും കൂടെ ഒന്ന് മെനിക്കെടുക്കാം. അതിന് തീയിലിട്ട് ചുടയൊന്നും വേണ്ട, സ്വർണം പഴിപ്പിക്കൊന്നും വേണ്ട. ചെറിയ തലവേദനയോ എന്തെങ്കിലും കൊച്ചു വിഷമങ്ങളോ അതൊക്കെ തന്ന് നമ്മളെ നേരായി കൊണ്ട് പൊക്കോളും. എല്ലാം പല രീതിയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഒരു രക്ഷകർത്താവ് എങ്ങനെ ചെയ്യുന്ന അതാണോ നല്ലത്, അതോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മാവനോ അപ്പൂപ്പനോ അവർ സ്നേഹം പ്രമാണിച്ച് അപ്പൂപ്പ എനിക്ക് ഒരു മുട്ടായി കൊണ്ടുവരണേ, ഓക്കെ കൊണ്ടുതരും. ചെയ്യുന്ന തെറ്റുകൾക്ക് തടവിയും കൊടുക്കും. അച്ഛനും അമ്മയും അടിച്ചാലോ, എടാ നീ എൻ്റെ കൊച്ചിന് തൊട്ടേ കയറി കേട്ടോ, അവൻ കൊച്ചാണ് എന്ന് പറഞ്ഞ് ആ മക്കളെ, അതായത് അപ്പൂപ്പൻ്റെ മക്കളായ നമ്മുടെ അച്ഛനും അമ്മയും ഒരു ശിക്ഷിക്കുകയോടെ ചെയ്യും. നിങ്ങൾ കൊച്ചുങ്ങളെ തൊട്ടുകൂടാ, അത് ചെയ്തുകൂടാ, എന്നിട്ട് വേണ്ടാത്ത വഴിയിലേക്ക് തിരിച്ചു വിടുന്ന ആരാണ്? ഈ കൂടുള്ള അപ്പൂപ്പനും അമ്മമ്മയും അമ്മാവന്മാരും. അവരാണ് ഈ കുട്ടികളെ തിരിച്ച് നാശത്തിലേക്ക് വിടുന്നത്. ഇന്ന് പരമേശ്വരനെ പ്രാർത്ഥിച്ചാൽ സേവിച്ചാൽ, പലരും പറയുന്ന സേവിച്ചാൽ ഇതൊക്കെ പോകുന്നു. എന്താണ്? നാശത്തിൻ്റെ വക്കിലേക്കാണ് വിടുന്നുള്ളത്. നിങ്ങൾ മറക്കണ്ട. നമ്മളെ നന്നാക്കി എടുക്കാൻ സ്വന്തം അമ്മയും അച്ഛനും മാത്രമേ രക്ഷിതാവ് ആരാണ് ഇവിടെ മഹാവിഷ്ണു നാരായണനാണ്. ആ നാരായണൻ തന്നെയാണ് മഹാവിഷ്ണു, തന്നെയാണ് പരമേശ്വരനും. പക്ഷേ ഇതെല്ലാം ഓരോ അവസ്ഥകൾ വെച്ചേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. പരമേശ്വരനോട് പ്രാർത്ഥിക്കാം, ഭഗവാനെ എനിക്ക് ഈ ഭോഗസുഖങ്ങളൊന്നും വേണ്ട. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് തരും. പരമേശ്വരൻ മോശക്കാരനൊന്നും അല്ല. പക്ഷേ ഈ ലോകസുഖം മാത്രം മതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിയും കൊണ്ട് കിടക്കണം. സുഖവും തരും, നല്ല ശിക്ഷയും തരും. കാലും കൈയും ഒടിഞ്ഞും പല രോഗങ്ങളിൽ കൂടി കിടന്ന് അനുഭവിക്കേണ്ടിയും വരും. പരമേശ്വരനെ പ്രാർത്ഥിച്ചാലും കൃഷ്ണനെ പ്രാർത്ഥിച്ചാലും നന്മ കൊണ്ട് നിറയ്ക്കാനാണ് പ്രാർത്ഥിച്ചാൽ എല്ലാവരും നന്മ തന്നെ തരും, അത് ഉറപ്പാണ്. പരമേശ്വരൻ ആരും ദ്രോഹിക്കത്തില്ല. പക്ഷേ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് സേവിക്കുന്നത്? ഭഗവാനോട് പറയണം, എനിക്ക് നല്ല മാർഗത്തിലൂടെ പോകണമെന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാം ഏകമായി നമുക്ക് ഞാൻ പരമേശ്വരനെ ഏകമായി പ്രാർത്ഥിക്കണമല്ലേ. മഹാവിഷ്ണു നാരായണൻ തന്നെയാണ് എനിക്ക് പരമേശ്വരൻ തന്നെയാണ് കൃഷ്ണൻ. അങ്ങനെ ചിന്തിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല. എല്ലാവരെയും പ്രാർത്ഥിക്കാം ഒരേപോലെ, എല്ലാം ഏകമായി, കാണാതെ മൊത്തം നാം തന്നെ, എല്ലാം പരബ്രഹ്മമൂർത്തി തന്നെയാണ്, അന്യതാരുമില്ല. ആ ഒരു വ്യവസ്ഥ വന്നാൽ എല്ലാം തുല്യമാണ്. അല്ലാതെ ഈ പറഞ്ഞ രീതിയിൽ പരമേശ്വരനെ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഇന്നതൊക്കെ നേടാം, അങ്ങനെ നേട്ടം കിട്ടുമായിരിക്കാം. ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഇവിടെ ഇത് പറയുന്നു, ഈ ചോദിക്കുന്ന പരീക്ഷത്ത് ചോദിക്കുന്നു, പിന്നെ യോഗേശനാകിയ ഭഗവാൻ മാധവനെ ചിന്തിക്കിൽ സേവിച്ചാൽ നമ്മുടെ അർത്ഥങ്ങൾ, നമ്മുടെ സുഖ സൗകര്യങ്ങളൊക്കെ നാശമായി കാണുന്നു. ഇന്നുള്ള വീടൊക്കെ പൊളിഞ്ഞു പോകുന്നു, ഇല്ലെങ്കിൽ കടം കയറുന്നു, ഇതൊക്കെയാണല്ലോ നാശം കാണുന്നു. പിന്നെയോ പ്രസാദിപ്പാനും ബഹുകാലം വേണം ഭഗവാൻ കൃഷ്ണന്. അതിതാണ് കാരണം. നമ്മളെ എല്ലാ രീതിയിലും വളച്ചൊടിച്ചതെല്ലാം നേരെ ആക്കി ഈശ്വരനെ എത്തിക്കാൻ ഒരു ഗുണവാനാക്കി എടുക്കണ്ടേ? അത് പെട്ടെന്ന് വെള്ളത്തിൽ വരച്ച വരവൽ എടുത്തങ്ങ് കവട്ടി വയ്ക്കുന്നതാണോ? അല്ല, നമുക്ക് അതിനൊരു കാലയളവുണ്ട്. നന്നാവണമെങ്കിൽ കുറേ ചള്ളാവാൻ ഒരു നിമിഷം മതി. നന്നാവാൻ അതായത് 99 ഗുണം ചെയ്തിട്ട് ഒരു ദോഷം ചെയ്താൽ ആ ദോഷം തന്നെ നിലനിൽക്കും. അതുകൊണ്ട് നമുക്ക് നന്നാവാൻ ഭയങ്കര പാടാ. തിന്മ എന്ന് കേൾക്കാൻ ഒരു ചെറിയൊരു അംശം മതി, ഒരു കുറ്റം പോലും വേണ്ട, അരക്കുറ്റം മതി നമ്മൾ ചള്ളാവാൻ. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം മെച്ചമാക്കി നമ്മളെ സ്വർണം തിളക്കുന്നത് പോലെ ആക്കിയെടുക്കുക. രത്നം അങ്ങനെ ആവും, അതാണ് രത്നം. അതിനെ കവിഞ്ഞൊന്നുമില്ല. ആ രത്നമാക്കി എടുക്കുന്ന ചുമതല ഭഗവാൻ നാരായണനാണുള്ളത്. അതുകൊണ്ടാണ് പ്രസാദിപ്പാൻ ബഹുകാലം വേണം. നമ്മൾ അങ്ങനെ ആയിത്തീരുമ്പോഴാണ് നമുക്ക് ആനന്ദം അനുഭവിക്കുന്നത്. ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ ചെയ്തു വെച്ചിട്ട് ഈ 72ാമത്തെ വയസ്സായി ഇവർ 40-45 വയസ്സോട്ടാണ് ഈ ആനന്ദം അനുഭവിക്കുന്നത്. അപ്പോൾ അത്രയും അല്ല, ചിലർക്ക് 2-3 ജന്മങ്ങൾ എത്ര ഉണ്ട് ദൈവത്തിന് പോലും അറിയില്ല. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് രക്ഷാകർത്താവതാകുന്നു മഹാവിഷ്ണു.
അപ്പോൾ നമ്മൾ രക്ഷകർത്താവാണ് ഭഗവാൻ നാരായണൻ, മഹാവിഷ്ണു, കൃഷ്ണൻ. അപ്പോൾ നമുക്ക് രക്ഷകർത്താവിനെയാണോ നമ്മൾ സ്നേഹിക്കേണ്ടത്? എപ്പോഴും എന്ത് ചോദിച്ചാലും തരുന്ന, ഒരു അലുക്കുലുക്കല തരുന്ന അമ്മാവനെ, അപ്പൂപ്പനെ, അമ്മൂമ്മയൊക്കെയാണോ നമ്മൾ സ്നേഹിക്കേണ്ടത് കൂടുതലും? നമ്മളെ ആരാണ് നേർവഴിക്ക് നടത്തുന്നത്, ആരാണ്, അവരെ വേണം സേവിക്കാൻ കൂടുതൽ. അല്ലെങ്കിൽ എല്ലാവരും അച്ഛനെയും അമ്മയും അപ്പൂപ്പനെയും അമ്മൂമ്മയും അമ്മാവനെയൊക്കെ ഒരേപോലെ അങ്ങ് സ്നേഹിച്ചാൽ മതി, അത്രയും മതി. പ്രത്യേകം അപ്പൂപ്പ എനിക്കത് തരണേ. ഇവിടെ എൻ്റെ ഒരു കൊച്ചുമകനുണ്ട്, എൻ്റെ മോൻ്റെ കൊച്ച്. എപ്പോഴും അച്ചാച്ചൻ്റെ അടുക്കൽ മാറത്തില്ല. അച്ചാച്ചൻ പോയിട്ട് വരുമ്പോഴെല്ലാം എന്തെന്നാ അവന് എന്തൊക്കെ പേരൊന്നും പറയാൻ എനിക്ക് അറിയണ്ട, കുറേ സാധനങ്ങളുണ്ട്, എന്തൊക്കെ ഐസ്ക്രീമോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഇതൊക്കെ രഹസ്യമായിട്ടൊന്ന് ആക്ഷൻ കാണിക്കത്തേ ഉള്ളൂ. അപ്പൂപ്പൻ വരുമ്പോൾ ഇതൊക്കെ ഉള്ളു. ആരുടെ സ്നേഹം കൂടുതൽ? അപ്പൂപ്പനോടാ. ആരാ നശിക്കുന്നത്? ഈ കൊച്ചുമകനാ. ഇത് അപ്പൂപ്പൻ അറിയുന്നില്ല. സ്വന്തം അച്ഛനമ്മയും രക്ഷിക്കാൻ നോക്കും, അപ്പൂപ്പൻ ശിക്ഷിക്കാൻ നോക്കും. ഭാവിയിൽ ഇതാ നടക്കുന്നു. അപ്പോൾ ഏതാ നല്ലത്? സ്നേഹം കൂടുതൽ കൊടുക്കുന്ന ആളാണോ നല്ലത്? സ്നേഹം കുറച്ച് കൊടുക്കുന്ന രക്ഷകർത്താവ് തന്നെ നല്ലത്, അച്ഛനും അമ്മയും തന്നെ നല്ലത്. അവർക്കേ വേദനിക്കൂ, പെറ്റ വയറിനെ വേദനിക്കൂ മക്കൾ എങ്ങനെ പോകണം എങ്ങനെ വരണമെന്ന്. അതുകൊണ്ട് രക്ഷകർത്താവ് ആരാ അവിടെ? ഭഗവാൻ കൃഷ്ണൻ, നാരായണൻ, മഹാവിഷ്ണു. രക്ഷകർത്താവതാകുന്നു മഹാവിഷ്ണു, രക്ഷകർത്താവതാകുന്നു മഹേശ്വരൻ, അല്ല ശിക്ഷകർത്താവ്. അപ്പോൾ ശിക്ഷിക്കുന്നത് ആരാണ്? മഹേശ്വരനാണ്. എങ്ങനെയാ? സംഹാരമൂർത്തിയാണ്. രക്ഷിക്കുന്ന ആൾക്ക് രക്ഷ മാത്രമാണ് പറഞ്ഞേക്കുന്നത് ഈ കൃഷ്ണന്, മഹാവിഷ്ണുവിന്. എന്നാൽ നമ്മുടെ മരണം സംഹാരമൂർത്തി ആരാണ്? ശിവനാണ്. അതാണ് രക്ഷ. ഞാൻ കണ്ടു വായിക്കണം, നിങ്ങൾക്കത് മനസ്സിലായില്ല, ഞാൻ ഓർത്തില്ല മക്കളെ. മൂർത്തിത്രയ ഭേദ സേവാഫലം. ഞാനിത് കണ്ട് വായിക്കാതെ മക്കളെ നിങ്ങൾ എന്തായിരിക്കും ഫോൺ വിളിക്കാഞ്ഞത്? എന്താ അമ്മ ഇത് കണ്ട് വായിക്കാഞ്ഞെന്ന്? നമുക്ക് ആദ്യം ഒന്നുകൂടെ വായിക്കാം. ഏവം മുനീന്ദ്രൻ്റെ വാക്കുകൾ കേൾക്കയാൽ ഭേദഭ്രമം തീർന്നു നിർമ്മലാത്മാവായി കേവല ഭക്തനാകും പരീക്ഷത്തഥ കേവലാത്മാനന്ദചിത്തനായി ചോദിച്ചാൻ. മഹാമുനിർത്ത് സന്തോഷത്തോടെ ചോദിക്കുന്നു. കാരണം ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു ഭഗവാന്റെ ഭേദഭാവ വർണ്ണനയൊക്കെ. ഓരോ നിർഗുണം എന്താ, സഗുണം എന്താ, അതൊക്കെ അരൂപിയാകുന്ന പരമാത്മാവിന് സഗുണോപാസന എന്താ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇപ്പം അതുകൊണ്ട് സന്തോഷമായി, സർവ്വതും പരബ്രഹ്മമാണല്ലോ, അങ്ങനെ ആനന്ദചിത്തനായിക്കൊണ്ട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? സർവജനങ്ങളും സംഹാരമൂർത്തിയാം ശർവനെ സേവിക്കിൽ ഭോഗസമൃദ്ധികൾ വേഗത്തിൽ വന്നു കാണുന്നിതു മാമുനി. മഹാമുനി, എന്താ ഇതിൻ്റെ അർത്ഥം? ശർവനെ സേവിച്ച സർവ്വപേരും ശർവനെ, രുദ്രനെ, പരമശിവന്റെ അവതാരമായ ശിവനെ, രുദ്രനെ സേവിച്ചാൽ ഭോഗസമൃദ്ധികൾ. എന്താ ഭോഗസമൃദ്ധി? മോക്ഷമല്ല, ഈ ലോകസുഖങ്ങൾ, ഈ ലൗകികമായ സൗകര്യങ്ങളെല്ലാം വേഗത്തിൽ കൊടുക്കുന്നുണ്ടല്ലോ പരമശിവൻ എന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്നും മുനിയെടുത്ത് ശ്രീശുഖ മഹാമുനിയെടുത്ത് പരീക്ഷിച്ച് ചോദിച്ചു. യോഗേശനാകിയ മാധവൻ ചിന്തിക്കിൽ തന്നുടെ അർത്ഥങ്ങൾ നാശമായി കാണുന്നു. പിന്നെയോ പ്രസാദിപ്പതിനും ബഹുകാലം വേണം. ഭഗവാൻ പരമാത്മാവായ ആരാ? ഈ മഹാവിഷ്ണുവിനെ സേവിച്ചാൽ, അത് കൃഷ്ണൻ അതിൻ്റെ അവതാരം. നമ്മൾ കൃഷ്ണഭക്ത നമ്മൾ അതാണെങ്കിൽ നമ്മൾ ഭഗവാൻ പരമാത്മാവായ ഈ മഹാവിഷ്ണു കൃഷ്ണനെ നമ്മൾ സേവിച്ചാൽ, പ്രാർത്ഥിച്ചാൽ നമ്മുടെ അർത്ഥങ്ങൾ, നമുക്കുള്ള ഈ ലോക ജീവിതത്തിൽ കിടന്ന ഭോഗസമൃദ്ധികൾ എല്ലാം എന്ത് ചെയ്യുന്നു? നാശമായി കാണുന്നു. വീടുണ്ടെങ്കിൽ പോലും അത് പൊളിഞ്ഞു പോണ്, അതല്ലെങ്കിൽ വസ്തുക്കളെല്ലാം നശിച്ചു പോണ്, അല്ലെങ്കിൽ മക്കളില്ല, വിവാഹം കിട്ടുന്നില്ല, ഇങ്ങനെ ഓരോ രീതിയിലും നമുക്ക് നാശമാണല്ലോ കാണുന്നത്. എന്താണ് ചോദിക്കുന്നത് ഇവിടെ? അത് കലികാലത്ത് കൂടുതൽ ഇങ്ങനെ വരികയും ചെയ്യും. കാരണം ഈശ്വരനെ അത്രത്തോളം അറിയാനും കൂടെയാണ്. ഈ സംശയം എന്താ എന്ന് ഇവിടെ ചോദിക്കുക, പരീക്ഷത്ത് ചോദിക്കുന്നു. എന്താ? ഭഗവാൻ നാരായണനെ നമ്മൾ സേവിച്ചാൽ നമ്മുടെ സ്വത്തുവകകളെല്ലാം നശിച്ചു പോകുന്നെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അദ്ദേഹം അറിഞ്ഞിട്ടില്ല, ചോദിക്കുകയാണ്, പക്ഷേ അങ്ങാര് രാജാവായിരുന്നു. അങ്ങാർക്ക് അവസാനം ഈശ്വരനിലേക്ക് എടുപ്പിക്കാൻ അതുവരെ അയാൾ അറിയാഞ്ഞതുകൊണ്ടാണ് അയാൾക്ക് ആ ഒരു ശിക്ഷ വന്നത്, സർപ്പത്തിൻ്റെ ദംശം ഏൽക്കണമെന്ന്. അതുവരെ അയാൾ രാജാവായിരുന്നു, എന്നാൽ ഭക്തനുമാണ്. എന്നിട്ട് എന്തുകൊണ്ട് രാജസ്ഥാനിൽ ഒന്നും എടുത്ത് കളഞ്ഞില്ല? പോകാൻ സമയം വരെ നോക്കിയിരുന്നില്ലയോ? 7 ദിവസത്തെ താമസമേ ഉള്ളൂ പോകാൻ. അപ്പോഴും ഈശ്വരനെ യഥാർത്ഥമായി അറിഞ്ഞ് പരമപദം പ്രാപിക്കാൻ അവസരം ഒരുക്കിയില്ല അയാൾ അതുവരെ. അപ്പോഴാണ് എന്ത് കൊടുത്ത്? ശിക്ഷ കൊടുത്ത്, പിന്നെ ഇത് കൊടുത്ത്, ശാപം. ഈ സർപ്പം ദംശിക്കണമെന്നുള്ള ശാപം കൊടുത്ത്. അല്ലെങ്കിൽ അയാൾ ഈശ്വരനിലേക്ക് അടുക്കാതങ്ങ് പോകും. ഒരു രക്ഷകർത്താവിൻ്റെ കടമയാണ് അയാൾ എവിടെ കൊണ്ട് എത്തിക്കണമെന്ന്. ഭഗവാന്റെ അടുക്കലേക്ക്, പരബ്രഹ്മമൂർത്തിയുടെ അടുക്ക എത്തിക്കാൻ അതിന് വേറൊരു വഴിയും ഭഗവാൻ കണ്ടില്ല. ഈശ്വരനെ വിളിച്ച് ഈശ്വരനോട് അടുക്കണമെങ്കിൽ എന്തെങ്കിലും ദുരിതങ്ങൾ വേണ്ടേ? പെട്ടെന്ന് വേണ്ടേ? 7 ദിവസമേ ഉള്ള അങ്ങർക്ക് മരണത്തിന്. എന്തായാലും മരിക്കുന്ന ഉറപ്പാണ്, വിധിയില്ല, മരിക്കത്തില്ല. അപ്പോഴെന്ത് വരുന്നു? ഈ ഒരു ദോഷം അങ്ങോട്ട് ശാപം കിട്ടി, എവിടുന്നോ ഒരു നിമിത്തം കിട്ടി.
ഒരു കൊച്ചു ബാലൻ മുനികുമാരൻ ശപിച്ചതുകൊണ്ട് ആ ഒരു നിമിത്തം വന്നുകൊണ്ട് ഭഗവാനിലേക്ക് എത്തപ്പിടിച്ചു. ഇല്ലെങ്കിൽ ഈ ജന്മം ആ ഒരു ജന്മം പാഴി പോകത്തില്ലേ? അപ്പോൾ അച്ഛനും അമ്മയും രക്ഷകർത്താവായിരിക്കുന്ന മഹാവിഷ്ണു തെറ്റ് ചെയ്തോ? അതുപോലെ അദ്ദേഹം സുഖമായി രാജഭോഗ സുഖങ്ങളെല്ലാം അനുഭവിച്ച ഒരാളാണ്. അയാൾക്ക് എന്തിൻ്റെ കുറവായിരുന്നു? ഭക്തനായിരുന്നല്ലോ. എന്നിട്ട് ഇതൊക്കെ എടുത്ത് കളഞ്ഞു, രാജകീയ പ്രൗഢിയൊക്കെ എടുത്ത് കളഞ്ഞു. 7 ദിവസമല്ലേ അയാൾ ഇന്ന് മാറ്റിയുള്ളൂ. ഈ രാജാവായിരുന്ന സമയത്ത് ഭഗവാനിലേക്ക് മോക്ഷത്തിലേക്ക് അയാൾ അടുത്തിരുന്നെങ്കിൽ ഈ ശാപം അയാൾക്ക് വരുമായിരുന്നു. അയാൾ അപ്പോഴും വേട്ടയാടാനും മൃഗങ്ങളെ വേട്ടയാടാൻ ദുഷ്ടത്തിന് വേണ്ടി പോയി. എന്നാ വേണ്ടിയല്ല ഒരു മുനിയുടെ കഴുത്തിലേക്ക് ഒരു ചത്ത പാമ്പിനെ എടുത്തിട്ട് കൊടുത്ത്. എന്ത് തെറ്റാ ചെയ്തത്? അപ്പോൾ തെറ്റിനെ ശിക്ഷ അനുഭവിക്കണ്ടേ? എന്ത് തെറ്റാ ഭഗവാൻ നാരായണൻ ചെയ്തത്? അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇത് എവിടെയാണ് ഇതിൻ്റെ തെറ്റും ശരിയും. തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത്. അത് ആരായാലും, ഞാനായാലും എൻ്റെ മക്കളായാലും എൻ്റെ അമ്മയും അച്ഛനായാലും അത് അനുഭവിക്കണം. അവരുടെ കർമ്മഫലമാണ്. അതുകൊണ്ട് യോഗേശനാകിയ മാധവൻ ചിന്തിക്കിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ നമ്മൾ ആരാധിച്ചാൽ തൻ്റെ അർത്ഥങ്ങൾ നാശമായി കാണുന്നു. പിന്നെ പ്രസാദിപ്പതിനും ബഹുകാലം വേണമെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പരീക്ഷിച്ച് ചോദിച്ചു. മഹാമുനിയെടുത്ത് ചോദിക്കുന്നു, ഭഗവാൻ കൃഷ്ണൻ എന്താ അങ്ങനെ? എന്നാൽ പരമേശ്വരനെ സർവനെ രുദ്രനെ സേവിച്ചാൽ പെട്ടെന്ന് കൊടുക്കുന്നുണ്ടല്ലോ ഭോഗസമൃദ്ധികളെ കൊടുക്കൂ, മോക്ഷം കൊടുക്കുന്നില്ല. മോക്ഷം രക്ഷകർത്താവിന് മാത്രമേ. ആ മകൻ എങ്ങനെ? ഇപ്പം നമ്മളെല്ലാം രക്ഷകർത്താവ് ആരാ? മഹാവിഷ്ണു. സൃഷ്ടിയും സ്ഥിതിയും ലയവുമാണ്. അത് സ്ഥിതി നമ്മളെ രക്ഷിക്കുന്ന ആളാണ് നാരായണൻ. ആ നാരായണനാണ് നമ്മളെ യഥാർത്ഥ സ്ഥാനത്തേക്ക് എത്തിക്കേണ്ട കടമ, അത് രുദ്രനല്ല. അതുകൊണ്ട് പ്രസാദിപ്പാൻ ബഹുകാലം എടുക്കുന്ന കാര്യം എന്താ? നമ്മളെ നന്നാക്കി എടുക്കണമെങ്കിൽ കുറേ പാടുപെടും. നമ്മൾ തന്നെ നന്നാവുന്നത് എങ്ങനെയാണ്? നമ്മൾ പല പല കുറ്റകൃത്യത്തിൽ കൂടിയും അതിൻ്റെ ശിക്ഷയിൽ കൂടിയും അതൊരു ദുരിതമാണ് നമുക്ക് തോന്നും. പക്ഷേ ഈ ദുരിതത്തിൽ നിന്നെല്ലാം സന്തോഷം അനുഭവിക്കുന്നത് എങ്ങനെയാണ്? പരമാനന്ദം അനുഭവിക്കും. ഇതിൽ കൂടി പരമാനന്ദം അനുഭവിക്കുന്ന ഒരു സമയം വരുമ്പോൾ ഭഗവാനെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് പോലെ എന്നെ 10, 25, 28, 30 വയസ്സിനകത്ത് ദണ്ണിപ്പിച്ച വേദനിപ്പിച്ച ആൾക്കാർക്ക് ഞാൻ നന്ദി പറയുന്നു. അവരന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഞാൻ വേദനിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ അവസ്ഥ, എനിക്ക് ഈ ആനന്ദം അനുഭവിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാനൊന്ന് അവരെ പോലെ തന്നെ ഇവിടെ കിടന്നേനെ. എങ്ങനെ കിടന്നേനെ? വെച്ചും കുടിച്ചും കൊടുത്തും തന്ന നരകാബ്ധി, ഒരിക്കലും കരകയറാൻ വയ്യാത്ത ദുഃഖ ദുരിതം. എന്തെല്ലാം ഉണ്ടായാലും കഷ്ടപ്പെടാനെല്ലാം കഷ്ടപ്പെട്ടേ പറ്റും. നമുക്ക് ധനം നമ്മൾ കഷ്ടപ്പെട്ട് കുറേ വാരി കൂട്ടിയിട്ട് എന്താ കാര്യം? നമ്മൾ കഷ്ടപ്പെട്ട് മരണത്തിലേക്ക് പോകും. വാരി കൂട്ടിയതെല്ലാം മറ്റാരോ തിന്നും. ഇവർ തിന്നുന്നോ? ഈ ധനം സമ്പാദിച്ച് കൂട്ടി വയ്ക്കും, ഉള്ള കാലവും കഷ്ടപ്പെടും. ഇതിനിടയ്ക്കൂടെ നല്ലൊരു ആനന്ദം അനുഭവിക്കാൻ ഇടയ്ക്കൊരു കാര്യം, പരിഷത്ത് രാജ്യഭരണം ഏറ്റപ്പോഴെങ്കിലും ഇടയ്ക്ക് ആ ആത്മീയമായ ആനന്ദം അനുഭവിക്കാൻ വന്നിരുന്നെങ്കിൽ ഈ ശാപം കിട്ടുമായിരുന്നു. ഇതുപോലെ ഇന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് കൂട്ടും. ആർക്ക് വേണ്ടി? ആര് കൊണ്ടുപോകുന്നു? കുറച്ച് സമ്പാദിച്ചിട്ട് ഇടയ്ക്കൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ ആധ്യാത്മികമായ അറിവ് നേടിയിരുന്നെങ്കിൽ ഈ സുഖ സൗകര്യങ്ങളിൽ കൂടി നമുക്ക് ആനന്ദവും അനുഭവിക്കാം. ഇതെന്താ? ഈ ലോക സുഖത്തിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ അറിയാത്തതുകൊണ്ടാണ് ഈശ്വരൻ പല പല രോഗങ്ങളും. ചിലപ്പോൾ ധനം കിട്ടും, പക്ഷേ രോഗം മാറത്തില്ല. രോഗം ഇല്ലെങ്കിൽ ധനം ഇല്ല, ധനം ഉണ്ടെങ്കിൽ മറ്റു വിദ്യയില്ല. ഇങ്ങനെ പല രീതിയിലാണ്. നമുക്ക് തോന്നും അയ്യോ അവർ അധ്വാനിച്ച് വാരി കൂട്ടുന്നില്ലെന്ന്. പക്ഷേ അതിൻ്റെ ഇരട്ടി ദുഃഖം ഇടയ്ക്കുണ്ട്, പല കാരണങ്ങളും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു രീതിയിലെങ്കിലും മറ്റൊരു രീതിയിൽ നമുക്ക് ദുഃഖം തന്നെയാണ്. ആനന്ദം അനുഭവിക്കുമ്പോൾ എന്തുവരും? നമ്മളൊന്നും ദുഃഖത്തിലും സുഖത്തിലും സമചിത്തതയായി മാറും. അതാണ് ആനന്ദം. പരമാത്മാവിൽ ലയം പ്രാപിച്ച ആനന്ദം കൊണ്ട് നമുക്ക് ദുഃഖം എന്താണ്, സുഖം എന്താണ് തിരിച്ചറിവുണ്ടാകത്തില്ല. സർവ്വസമയത്തും ഒരേ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഇവിടെ പ്രസാദിപ്പാൻ ബഹുകാലം വേണമല്ലോ ഭഗവാനെ. അതായത് നാരായണനെ നമ്മൾ സേവിച്ചാൽ, ഭഗവാനെ ആരാധിച്ചിരുന്നാൽ നമുക്ക് ഭഗവാന്റെ പ്രസാദം കൃപ കിട്ടാൻ ഒരുപാട് താമസിക്കുമല്ലോ. നമ്മൾ നേരെ ചൊവ്വയെ അടിയൊന്നും കിട്ടാതെ നല്ലൊരു സ്വഭാവത്തെ ഒരു മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ നമുക്ക് ഒരടിയും കിട്ടില്ല, പെട്ടെന്ന് ഭഗവാൻ പ്രസാദിച്ച് കൃപ കിട്ടുകയും ചെയ്യും. എത്രയോ പേർക്ക് അങ്ങനെ കിട്ടുന്നു. ഈ ജന്മം പോയിട്ട് 10 ജന്മം ജനിച്ചാലും കിട്ടാത്തവരും ഉണ്ട്. കാരണം അവർക്ക് ഈ ലോക സുഖത്തിൽ നിന്ന് കരകയറാൻ പറ്റത്തില്ല. അവിടെ ദുഃഖവും ദുരിതവും അനുഭവിച്ച് ഇങ്ങനെ കിടക്കാനേ പറയുള്ളൂ. ഇടയ്ക്ക് ഈശ്വരനെ സേവിക്കാൻ അവർക്ക് യോഗമില്ല. രക്ഷകർത്താവതാകുന്നു മഹാവിഷ്ണു. അപ്പോൾ ഭഗവാൻ നാരായണൻ രക്ഷകർത്താവാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്ര വേദന നമ്മളെ പറ്റി. സ്വന്തം അമ്മയ്ക്കും അച്ഛനുള്ള വേദന അപ്പനും അമ്മമാർക്കും കുഞ്ഞമ്മമാർക്കും ചിറ്റപ്പനും അമ്മമാർക്കൊന്നും കാണത്തില്ല. അവർ നമ്മളെ സ്നേഹിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ തന്നുകൊണ്ടേ ഇരിക്കും. ഇത് തന്നെയാണ് ഇത്. പിന്നെ ശിക്ഷാകർത്താവതാകുന്നു മഹേശ്വരൻ. എന്നാൽ ശിക്ഷാകർത്താവ് രക്ഷിക്കുന്ന നാരായണൻ, സൃഷ്ടാവ് ബ്രഹ്മാവും, എന്നാൽ സംഹാരം അതാ ശിക്ഷാകർത്താവ് നമ്മളെ സംഹരിക്കുന്നത് രുദ്രനും ശിവനും.
അതുകൊണ്ട് ഈശ്വരന്മാരിവർ തങ്ങളെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഇവരെ തങ്ങളെ സേവിച്ചാൽ, അത് ഭഗവാൻ നാരായണനെയും പരമശിവൻ രുദ്രനെയും സേവിച്ചാൽ ഇച്ഛ സിദ്ധിക്കും. എന്താണ് ഇച്ഛ? നമ്മൾ ആഗ്രഹം സിദ്ധിക്കും. അവരെ സേവിച്ചാൽ നമുക്ക് നമ്മുടെ ആഗ്രഹം സിദ്ധിക്കും. ശിവൻ വിഷ്ണു തന്നെ പാലന കർമാത്മകനായി വരുമെന്നോ. അപ്പോൾ ശിവനും വിഷ്ണു തന്നെ പാലന കർമാത്മകനായി വരും എന്നോ, ശിവൻ തൽ ഗുണമാമെന്നോ. ഇപ്പം ഈ രക്ഷിക്കുന്ന പാലനം നമ്മളെ രക്ഷിക്കുന്നത് ശിവൻ തൽ ഗുണമാണോ? ഇത് ചോദ്യമാണ്. പാലന കർമാത്മകനായി വരുമെന്നോ വിഷ്ണു. ശിവനും വിഷ്ണുവും നമ്മളെ ഓരോ രീതിയാണ് അനുഭവങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ രക്ഷിക്കുന്ന ആളും ശിക്ഷിക്കുന്ന ആളും ഓരോരോ രൂപം എടുത്ത് എല്ലാം ഈശ്വരൻ ഏകം തന്നെയാണ്. പക്ഷേ അവർക്ക് പറഞ്ഞേക്കുന്ന ഓരോ തൊഴിൽ കർമ്മങ്ങൾ അത് നാമരൂപത്തോടുകൂടി ഇവിടെ വന്നത് രക്ഷിക്കാനും ശിക്ഷിക്കാനും സൃഷ്ടിക്കാനും ഒക്കെയാണ്. അതുകൊണ്ട് പാലനാത്മാ ശിവൻ തൽ ഗുണമാമെന്നു. അപ്പം നമ്മുടെയൊക്കെ ആത്മാവായി നിന്ന് പാലിക്കുന്നത് ശിവൻ്റെ ഗുണമാണോ? ഇത്തരം മന്നവൻ ചോദിച്ചത് കേട്ട് ചിത്തമോദന മുനീന്ദ്രൻ അരുളി ചെയ്ത് എന്താണ് ചോദിച്ചതിന് ഉത്തരം പറയുന്നത്? ശങ്കരൻ, അതായത് ഭഗവാൻ ശിവശങ്കരൻ മായാഗുണബദ്ധനായി കൊണ്ട് സന്തതം വാണു തൽ സേവകന്മാർക്കെല്ലാം മായാഗുണ പദാർത്ഥങ്ങളായി നിൽക്കുന്ന സമൃദ്ധികൾ നൽകുന്നു മന്നവ പരീക്ഷത്തെ. ഇതാണ് ശിവന്റെ കാര്യം. മായാഗുണബദ്ധനായി കൊണ്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ മോഹവലയത്തിൽപ്പെട്ട് നടക്കുന്ന ഈ ലോക ജീവിത സുഖങ്ങളെ കൊടുക്കാൻ വേണ്ടി എപ്പോഴും ആരാണ് സേവിക്കുന്നത്? ഞാനെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ മറ്റാരെങ്കിലാണെങ്കിൽ അവർക്ക് ഏത് സേവിക്കുന്നോ അവർക്കെല്ലാം മായാഗുണ പദാർത്ഥങ്ങളായി നിൽക്കുന്ന മായാസമൃദ്ധികൾ, ഇന്ന് കാണും നാളെ ഇല്ലാത്തതാണ് മായാഗുണങ്ങൾ. ഈ ലോകത്തിലുള്ള ഇപ്പോൾ വീടായാലും എന്ത് ധനമായാലും ഇതൊക്കെ നശിക്കുന്നതാണ്. അതാണ് മായാഗുണ സമൃദ്ധികൾ. ഈ ലോകത്തുള്ളതെല്ലാം ആര് കൊടുക്കുന്നു? ഈ സമൃദ്ധി ശിവൻ കൊടുക്കുന്നു മന്നവ. നിർഗുണമായ വിരഹിതൻ മാധവൻ സൽഗുണം സേവിക്കൽ എന്ത് ചെയ്യും? നിർഗുണം സാധിക്കും. എന്നിട്ടോ മായാഗുണങ്ങളായുള്ള സമസ്തത്തിൽ ജ്ഞാനവും സിദ്ധിച്ച് നാനാ പദാർത്ഥവും നിർഗുണനാം മഹാവിഷ്ണുവായി കണ്ടിട്ട് സൽഗുണഭേദമായ ഭ്രമചിത്തങ്ങൾ എല്ലാറ്റിലും നിന്നും നിസംഗചിത്തനായി. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് പോകാം, ബാക്കിയുണ്ട്. അപ്പോൾ ഭഗവാൻ പരമശിവനെ പ്രാർത്ഥിച്ചാൽ എന്തൊരു ഈ ലോക സമൃദ്ധിയെ കിട്ടും. ഈശ്വരനെ അറിയാനും ചെല്ലേണ്ട മൂല കാരണത്തിൽ നമുക്ക് ചെല്ലാനും പറ്റത്തില്ല. നമ്മൾ എന്ത് ഭഗവാനെ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് ശിവശങ്കരനോട് പ്രാർത്ഥന കൊടുക്കും. അപ്പോൾ അമ്മുമ്മേ, നമ്മൾ ഈ ലോകത്തുള്ള അമ്മുമ്മയൊക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ അവരും നമുക്ക് സ്നേഹം കൊണ്ട് എൻ്റെ കൊച്ചുമക്കളല്ലേ എന്നും പറഞ്ഞ് എല്ലാം കൊടുക്കും. പക്ഷേ വഴിപഴച്ച് പോകുമ്പോൾ കൈവളർത്തി കാണിക്കും. പക്ഷെ നമ്മൾ എങ്ങനെയാ ഇപ്പോൾ കള്ളനോ ദുഷ്ടനോ ഒക്കെ ആയി പോകും. അപ്പോൾ നോക്കാൻ ആൾ കാണത്തില്ല. ഇവിടെ അന്നേരം നമ്മൾ കൃഷ്ണനെ പോയി സേവിക്കാൻ വല്ല രക്ഷയുണ്ടോ? കൃഷ്ണൻ്റെ രൂപം എന്താണ്? ഗുണം നന്നായി നമ്മൾ യഥാർത്ഥ ജ്ഞാനിയായി തീർന്ന് പരമാത്മാവ് എന്താണ്, ഈ കൃഷ്ണൻ എന്താണ്, അതായി തീരുക എന്നുള്ളതാണ്. അത് നമ്മൾ അങ്ങനെ വളർത്തിക്കൊണ്ട് പോകാനായി, ഈ ലോക സുഖത്തിനല്ല. എന്നാൽ ഈ ലോക സുഖങ്ങളെല്ലാം ഉണ്ട് താനും അങ്ങനെ ആകുന്നവർക്ക്. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന മായാഗുണ പദാർത്ഥങ്ങളായി നിൽക്കുന്ന സമൃദ്ധികൾ നൽകുന്നു ആരാ? ശിവൻ. എന്നാൽ നിർഗുണൻ മായാവിരഹിതൻ മാധവൻ. കൃഷ്ണൻ നിർഗുണനാണ്. എന്താണ് നിർഗുണം? ഗുണത്തിനതീതനാണ്. മായയിൽ നിന്നും പെടുന്ന ആളല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരംശവും ഇല്ല. നിർഗുണാത്മാവെന്ന് വെച്ചാൽ എന്താണ്? പരമാത്മാവ് നിർഗുണനാണ്, ഗുണത്തിന് അതീതനാണ്. അതാണ് ഭഗവാൻ നാരായണൻ. അതിൻ്റെ അവതാരമാണ് കൃഷ്ണൻ. പക്ഷേ ഇവിടെ ശരീരം എടുത്തുകൊണ്ടാണ് ഇവിടെ വന്ന് അതും ഇതൊക്കെ നമുക്ക് വേണ്ടി പല ദുഷ്ടശക്തികളെയൊക്കെ നശിപ്പിച്ച് ഭക്തന്മാരെ രക്ഷിക്കാനൊക്കെ വന്നതെല്ലാം ഭഗവാന്റെ നിർഗുണനാണെങ്കിലും ശരീരം എടുത്തുകൊണ്ട് ഗുണമായിട്ട് നിൽക്കുന്നത് എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ പരമാത്മാവ് ആരോടും സംഘമില്ല, ഒരു ഗുണവുമില്ല, നിർഗുണാത്മാവാണ്. അതുകൊണ്ട് മായാവിരഹിതൻ, ഈ മായയിൽപ്പെട്ടവനല്ല ഭഗവാൻ കൃഷ്ണൻ. മായയില്ല. 16,008 ഭാര്യമാരുണ്ടെന്ന് നമുക്ക് തോന്നി നമ്മുടെ മായ കൊണ്ട്. ഭഗവാൻ അത് മായയിൽ നിന്നല്ല, പരമാത്മാവിൽ ലയിപ്പിച്ചതാണ്. ഈശ്വരൻ അതാണ് നിർഗുണാവസ്ഥ. ഒരു ഗുണവും ഇല്ലാത്ത ഇവിടെ സത്വഗുണമോ തമോ ഗുണമോ രജോ ഗുണമോ ഒന്നുമില്ല. അതൊക്കെ മേലെയുള്ള പരമാത്മാവാണ് നാരായണൻ. അദ്ദേഹം എന്ത് ചെയ്തു? നമുക്ക് തോന്നുന്നതാ മായപ്പെട്ടതുകൊണ്ട്. ഭഗവാൻ അങ്ങനെ ഇങ്ങനെ 10, 15, 100 ഭാര്യമാരുണ്ടെന്നോ എന്തൊക്കെയോ കാണിച്ചെന്നോ ആരൊക്കെ കൊന്നെന്നോ ഇതൊക്കെ ഈ നിർഗുണാത്മാവായ ഭഗവാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ടി ശരീരം എടുത്ത് വന്നു കർമ്മം ചെയ്തു. ഇവിടെ ഭൂമിയിൽ വരണമെങ്കിൽ കർമ്മം ചെയ്തേ പറ്റൂ.
ഓരോരുത്തർക്ക് ഓരോ കർമ്മങ്ങളാണ്. മുടിവെട്ടുകാരൻ്റെ കർമ്മം മുടിവെട്ടക്കം, പാരായണം പാരായണം ചെയ്യുന്ന ആളുടെ കർമ്മം അത്. എന്തിനും ഓരോ കർമ്മമാണ്. ഭഗവാൻ വന്നോ ഭഗവാന്റേതായ കർമ്മം ചെയ്തു, അത്രയേ ഉള്ളൂ. ഇവിടെ പക്ഷെ നിർഗുണാവസ്ഥയാണ് താനും. നമ്മളും ഈ കർമ്മത്തിൽ കൂടി നിർഗുണാത്മാവായി മാറുന്നതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഗുണത്തിന് അതീതനാകണം നമ്മൾ. അപ്പോഴാണ് നമുക്ക് ഈ ലോകത്തിലെ ഭോഗസുഖങ്ങളെല്ലാം കളഞ്ഞ് വിരമിച്ച് ഭഗവാനെ പോലെ അതീതനായി മാറണം. അതാണ്. അപ്പോൾ നിർഗുണൻ മായാ വിരഹിതൻ, ഈ മായയിൽ നിന്നെല്ലാം അകന്നവൻ, ഈ മായയിൽ ഉണ്ടായതല്ല. അങ്ങനെയുള്ള ഭഗവാൻ മാധവൻ, കൃഷ്ണൻ അല്ലെ നാരായണൻ സൽഗുണം സേവിക്കിൽ നിർഗുണം സാധിക്കും. അങ്ങനെയുള്ള ഭഗവാൻ സഗുണം രൂപമെടുത്ത ഭഗവാനെ സേവിച്ചാൽ, അത് കൃഷ്ണനെ സേവിച്ചാൽ, ഗുരുവായൂരപ്പനെ സേവിച്ചാൽ നിർഗുണം സാധിക്കും. നമ്മളും ഗുണത്തിന് അതീതനാകണം. അതാണ് ഭഗവാനുടെ കാലതാമസം കൊടുക്കുന്നത്. എന്തിനാ? പ്രസാദിപ്പാൻ. നമുക്ക് പ്രസാദം, ഭഗവാന്റെ പ്രസാദം നമുക്ക് കിട്ടുന്നത് അങ്ങനെയാ. നമുക്ക് നിർഗുണാവസ്ഥയാകണം. എങ്ങനെ കിട്ടും? സഗുണമായിരുന്ന ഭഗവാനെ, പരമാത്മാവായ കൃഷ്ണനെ സേവിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നമ്മളെ കളഞ്ഞെടുക്കും, തിളക്കും. ഹൃദയത്തിൽ കിടന്ന അഴുക്ക്, കാമ, ക്രോധ, മോഹ, ലോഭ, മത, മാത്സര്യ, ഡംബ്, അഹങ്കാരം, അസൂയ, കുശുമ്പ് ഇതൊക്കെ മാറ്റി സ്വർണം എങ്ങനെ തിളക്കും? എങ്ങനെയിട്ട് ചൂളയിലിട്ട് പഠിപ്പിച്ച് തിളപ്പിക്കുന്നത് പോലെ തിളച്ച് നമ്മൾ തിളങ്ങും. അങ്ങനെ തിളങ്ങുന്നതാണ് നിർഗുണാവസ്ഥ. അവിടെ പിന്നെ ഒരു ഗുണവും നമുക്കും ഇല്ലാതെ വരും. അങ്ങനെ അപ്പോൾ നമ്മൾ സഗുണത്തിനെ സേവിക്കണം. ഈ രൂപമെടുത്ത് അല്ല, നമുക്ക് കാണാൻ ആരുമില്ലല്ലോ. നമ്മൾ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപം അങ്ങ് മാറി നമുക്കും നിർഗുണാവസ്ഥയായി മാറും. നമുക്കും ഗുണത്തിന് അതീതനായി രൂപമില്ലാത്ത അരൂപിയായിരുന്ന ആ പരബ്രഹ്മമായി മാറുക എന്നുള്ളതാണ് രക്ഷകർത്താവിൻ്റെ കടമ. ആരാ രക്ഷകർത്താവ്? നാരായണൻ, കൃഷ്ണൻ. അതുകൊണ്ട് സൽഗുണം സേവിക്കിൽ, അത് ഭഗവാനെ സേവിച്ചാൽ, പരമാത്മാവായ ശ്രീകൃഷ്ണനെ സേവിച്ചാൽ, ഗുരുവായൂരപ്പനെ സേവിച്ചാൽ നിർഗുണം സാധിക്കും. അങ്ങനെ ഒരു ഭക്തനെ ഭഗവാനും എന്തു ചെയ്യും? നിർഗുണാത്മാവായി നമ്മളെ മാറ്റിയെടുക്കും, ഗുണത്തിന് അതീതനാക്കി മാറ്റിയെടുക്കും. എന്നിട്ടോ മായാഗുണങ്ങളായുള്ള സമസ്തത്തിൽ ജ്ഞാനവും സിദ്ധിച്ച്. അപ്പോൾ ഈ മായാഗുണങ്ങളായുള്ള സമസ്തത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നല്ല എന്ത് വരും? ജ്ഞാനമുണ്ടാവും, അറിവുണ്ടാകും. അറിവ് സിദ്ധിച്ചിട്ട് എന്ത് വരും? നാനാ പദാർത്ഥവും നിർഗുണനാ മഹാവിഷ്ണുവായി കാണും. അപ്പം നമുക്ക് ജ്ഞാനം ഉണ്ടാകും. ഭഗവാൻ നമ്മുടെ ഉള്ളത്തിലിരുന്ന്, ഈ ഭാഗവതത്തിലിരുന്ന് എനിക്ക് പറഞ്ഞു തന്നു. എൻ്റെ ഭഗവാൻ എനിക്ക് പറഞ്ഞു തന്നു, എൻ്റെ ഉള്ളത്തിലിരുന്ന് പ്രവർത്തിച്ചു. പരമാത്മാവ് പ്രവർത്തിക്കുന്ന ഇങ്ങനെയാ മക്കളെ, ഇങ്ങനെ പ്രവർത്തിച്ച് നമുക്ക് ജ്ഞാനം സിദ്ധിച്ചിട്ട് നാനാ പദാർത്ഥവും, ഈ ലോകത്ത് എന്തെല്ലാം വസ്തുക്കൾ ജീവജാലങ്ങളുണ്ടോ ഇതെല്ലാം നിർഗുണനാം മഹാവിഷ്ണുവായി കാണണം. അപ്പോൾ നിർഗുണാവസ്ഥയായിരിക്കുന്ന പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ഗുണത്തിന് അതീതനായിരിക്കുന്ന പരമാത്മാവായി കാണണം നാനാ പദാർത്ഥവും. സർവത്തിലും ഭഗവാൻ പരമാത്മാവായ നാരായണൻ അങ്ങനെ മഹാവിഷ്ണുവായി നമ്മൾ കണ്ടിട്ട് സഗുണ ഭേദമായ ചിത്തങ്ങൾ. അപ്പോൾ സഗുണഭേദമായ ഭ്രമം, സഗുണം ഈ രൂപം എന്നുള്ള. അപ്പം നമുക്ക് ഗുരുവായൂരപ്പനുള്ള രൂപം നമുക്ക് വേണ്ട, ഒരു രൂപം പരമശിവൻ എന്നുള്ള രൂപം വേണ്ട, രത്നഭായി എന്നുള്ള രൂപം വേണ്ട, ബുദ്ധനുള്ള രൂപം വേണ്ട. ഇവിടെ എന്തൊക്കെ രൂപങ്ങളുണ്ടോ ഇതെല്ലാം എന്താ? രൂപമില്ലാത്ത എല്ലാം പരബ്രഹ്മമാണ്. ഒരു പുഷ്പത്തിനെ കണ്ടാലും, ഒരു ഇലയെ കണ്ടാലും, ഒരു മനുഷ്യനെ കണ്ടാലും, മൃഗം എന്ന് വേണ്ട സർവ്വചരാചരങ്ങളിലും നമ്മൾ എന്തായി കാണണം? ഈ ഭ്രമം, സഗുണം മാറണം. രൂപം മാറിയിട്ട് സർവത്തിലും ആ മായാഭ്രമങ്ങൾ മാറി മനസ്സിൽ, ചിത്തത്തിൽ എല്ലാറ്റിലും നിന്ന് നിസ്സംഗചിത്തനാവണം. സർവത്തിലും സംഘമില്ലാതിരിക്കണം, മമത ഇല്ലാതിരിക്കണം. എൻ്റെ വൃക്ഷം, എൻ്റെ വീട്, എൻ്റെ തറ, എൻ്റെ ധനം, അല്ലെങ്കിൽ എൻ്റെ മക്കൾ, എൻ്റെ ഈ ഭ്രമമെല്ലാം മാറി സംഘമില്ലായ്മ, ചിത്തം, മനസ്സിനെ സംഘം, ഒന്നിലും എൻ്റെ എന്നുള്ള മമത മാറി. അത് ആര് പഠിപ്പിക്കുന്നു? ഭഗവാൻ നാരായണൻ. എല്ലാറ്റിൽ നിന്ന് നിസ്സംഗചിത്തനായി എല്ലാമേ അദ്വൈതമാം പരമാത്മാവ് താൻ ഒഴിഞ്ഞ് ഏതുമേ ഇല്ലെന്ന് ബോധിക്കണം. അദ്വൈതമായിരിക്കുന്ന പരമാത്മാവാണ്, രൂപമില്ല. ഗുരുവായൂരപ്പനുണ്ടോ? രൂപമില്ല. അവിടെ ഇരിക്കുന്ന സഗുണമായിരിക്കുന്ന ഭഗവാൻ ഗുരുവായൂരപ്പൻ അരൂപിയായ പരബ്രഹ്മമാണ് എന്ന് നമ്മൾ എപ്പോൾ കാണുന്നു? സർവത്തിനും അങ്ങനെ കാണാനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വന്നിട്ട് എല്ലാമേ സർവ്വതും എല്ലാ രൂപത്തിനും അരൂപിയായിരുന്ന ആ പരമാത്മാവ് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഏകമാണെന്നും അങ്ങനെയുള്ള ആ പരമാത്മാവ് താൻ ഒഴിഞ്ഞേതുമേ ആ പരബ്രഹ്മം അല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്ന് ആർക്കാണ് ബോധ്യ?
അങ്ങനെ ബോധി എന്തുവരും? ആനന്ദനായി ഗുണസംഖ്യ എന്നാകിലും. അങ്ങനെ ഒന്നുമേ വേറെ വേറെ രണ്ടില്ല, എല്ലാം ഒന്ന് തന്നെ എന്ന് മനസ്സിലാക്കി അങ്ങനെ ബോധിയായി ആനന്ദനായി ഗുണസംഖ്യ എന്നാകിൽ പോലും അങ്ങനെ നമുക്ക് ഒരു ഗുണത്തോട് എന്തെങ്കിലും സംഘം ഉണ്ടെങ്കിൽ പോലും മനുഷ്യനല്ലേ, ചിലപ്പോൾ നന്മ കൊണ്ട് നോക്കുമ്പം ആരോടെങ്കിലും ഒരു പ്രേമം തോന്നിപ്പോയാലും, അതായത് ഇപ്പോൾ രൂപത്തോട് നമ്മൾ സ്നേഹിച്ച് കൃഷ്ണൻ്റെ രൂപത്തിൽ തന്നെ നമ്മളിപ്പോൾ വിട്ട് നമ്മളങ്ങനെ കണ്ടുപോയി, ഭഗവാൻ കൃഷ്ണൻ്റെ രൂപം എടുത്ത് കണ്ടുപോയി. ഞാനിപ്പോൾ ആ വിഗ്രഹത്തിന് മുമ്പിൽ എനിക്ക് ഒരു പഴം കിട്ടിയാലും കൊണ്ടവിടെ വയ്ക്കുന്നത് എന്താ കാരണം? എനിക്കറിയാം അരൂപിയായ പരമാത്മാവാണ്, എങ്കിലും നമ്മൾ അവിടെ തന്നെ ഒഴുകണ്ടി വെള്ളവും പുഷ്പം കൊണ്ട് വയ്ക്കുന്നു. അങ്ങനെ ആണെങ്കിൽ പോലും അതാണ് അങ്ങനെ വന്നു പോകും. കാരണം നമുക്ക് പെട്ടെന്നെടുത്ത് വിഗ്രഹത്തെ എങ്ങും എടുത്ത് കളയാൻ പറ്റത്തില്ല. എവിടെ കളയാനാ? അത്രയും നാൾ നമ്മൾ വച്ച് പൂജിച്ച ആ പരമാത്മാവായി മാറിയത് കൊണ്ട് ഇപ്പം ആ രൂപത്തെ എടുത്ത് മാറ്റാൻ പറ്റുമോ? അതുകൊണ്ട് പറയുന്നു അങ്ങനെ തെളിയുന്നില്ല. അങ്ങനെ താൻ ഒഴിഞ്ഞ് ഈ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ആനന്ദത്തിലിരിക്കും. അങ്ങനെ ആനന്ദനായി എന്നാലോ ഗുണസംഖ്യ എന്നാകിലും അല്പം നമുക്ക് എൻ്റെ ഭഗവാനെ ഞാൻ എൻ്റെ മകനായി കണ്ട് കൃഷ്ണനെ ആ രൂപമാണ്, ആ വിഗ്രഹമാണ്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ നിന്ന് കണ്ടുപോയി, അവിടെ ചെന്നുപോയി. അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ, അതായത് പണ്ട് നമ്മൾ കഴിച്ച പുട്ടും പയറും പപ്പടമാണ്, അതിന് വേണ്ട വേറെ ഏതൊക്കെയോ വിലപിടിപ്പുള്ള മറ്റെന്തോ പല പല ആഹാരങ്ങളുണ്ടല്ലോ. ഇതിങ്ങനെ കഴിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ പുട്ടും പഴവും ഒന്ന് തിന്നു പോയെന്ന് പറഞ്ഞാൽ നല്ല ദോഷമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഗുരുവായൂരപ്പൻ അവിടെ അരൂപിയാണെന്ന് ലോകം മൊത്തം നിറഞ്ഞ ചൈതന്യമേ ഉള്ളെന്ന് നമ്മൾ അറിഞ്ഞ് ആ രീതി ആയിക്കഴിഞ്ഞ നിർഗുണാവസ്ഥ എത്തിക്കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഗുരുവായൂരമ്പലത്തിൽ പോയെന്ന് പറഞ്ഞാൽ എന്താ ദോഷം? അവിടെ ഇരിക്കുന്ന പരമാത്മാവാണല്ലോ. അതുകൊണ്ട് അങ്ങനെ സംഘം ഉണ്ടായാലും അങ്ങനെ ചെന്നാലും അല്ലെങ്കിൽ നമ്മളുടെ രൂപത്തെ കണ്ട് വണങ്ങിയാലും നൂനം അവൻ നിർഗുണനായി വരുന്നതും പെട്ടെന്ന് തന്നെ അവൻ യഥാർത്ഥ നിർഗുണമായി വന്നിരിക്കും, പരമാത്മാവായി മാറിയിരിക്കും. അങ്ങനെ നമ്മൾ ഇങ്ങനെ രൂപത്തെ നമ്മൾ സംഘം വിട്ടാൽ, ഞാൻ എപ്പോഴും എൻ്റെ ഭഗവാനെ തന്നെ ഇവിടെ വച്ച് എന്തും കൊടുക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ കൃഷ്ണൻ്റെ രൂപത്തിൽ തന്നെയാണ് നിർഗുണനാണെന്ന് ഞാൻ എൻ്റെ ഉള്ളം നിർഗുണാവസ്ഥയായി എങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ പോലും നിർഗുണനായി വരും. അങ്ങനെ നമുക്ക് വന്നതിനെ മാറ്റത്തിൽ നമുക്കറിയാം രണ്ടും നമ്മളിലുണ്ട്. ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഭഗവാൻ വെച്ച് നേദിക്കുന്നത് ഒരു പഴം, അത് ഇപ്പോഴും ഞാൻ പഴം കൊണ്ടിട്ടിരിക്കുക. എവിടെ കൊണ്ടുവച്ചു? ആ സഗുണമായിരുന്ന വിഗ്രഹത്തിന് മുമ്പിൽ തന്നെ കൊണ്ടുവച്ച്. എനിക്കറിയാം അത് പരമാത്മാവ് നിർഗുണനാണെന്നും ഞാൻ അവസ്ഥ എത്തിയ ആളാണെന്നും എനിക്കറിയാം, എങ്കിലും ഞാനത് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ഭഗവാൻ എന്താ പറയുക? അങ്ങനെ ചെയ്താലും അത് ആനന്ദത്തോട് തന്നെ ഗുണസംഖ്യ എന്നാകിലും ഈ രൂപത്തെ സംഘപ്പെട്ട് ചെന്ന് ചേർന്നിരുന്ന് ഭഗവാനെ നേദിച്ചത് കൊടുത്താലും നൂനം അവൻ എന്ത് വരുന്നു? നിർഗുണനായി വരുന്നതും വാനിതെല്ലാറ്റിലും കൂടി എന്നാകിലും, അതായത് വാന് ആകാശം, നമുക്കെല്ലാം ആകാശമുണ്ട്. നമ്മൾ ഒരു ജീവജാലങ്ങൾക്കും ആകാശം ഇല്ലാതില്ല. ആകാശമില്ലാത്ത ഒരു വ്യക്തി ഒന്നും ഇവിടെ ഇല്ല. നമുക്കെല്ലാവർക്കും ആകാശം വേണം. അങ്ങനെ വാന് ആകാശം എല്ലാറ്റിലും കൂടി എന്നാകിലും അതായത് നാനാ പദാർത്ഥത്തിലും നിന്ന് വേറിട. അപ്പോൾ ഒരു പദാർത്ഥത്തിലും ആകാശമില്ലാതില്ല. അവിടെ ഒന്നിലും നിർഗുണനായിരിക്കുന്ന പരമാത്മാവ് ഇല്ലാതില്ല. നമ്മൾ സംഘപ്പെട്ടാലും നമ്മുടെ വീട്ടിൽ ഒരു മുറിയിൽ, പൂജാമുറിയിൽ നമ്മൾ നിർഗുണാവസ്ഥ എത്തി പരമാത്മായ ചൈതന്യമായി മാറി നമ്മളെല്ലാവരും കാണാതെ മൊത്തം അതാണെന്ന് കണ്ടാലും ഭഗവാന്റെ വിഗ്രഹത്തെ വച്ച് പൂജിക്കുകയോ വിളക്ക് കത്തിച്ചോടെ വയ്ക്കുകയോ അതിലേക്ക് ചേർന്നിരുന്നു ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അതിന് ഒരു തടസ്സവും ഇല്ല. അത് നിർഗുണാവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് അതിന് ഉദാഹരണം ആകാശം എല്ലാറ്റിലും കൂടിയാണ്, സർവത്തിലും കൂടിയാണ്. ആകാശം വാനത് എല്ലാറ്റിലും കൂടി എന്നാകിലും നാനാ പദാർത്ഥത്തിലും നിന്ന് വേറിട. അപ്പം എല്ലാത്തിലും ആകാശം ഇല്ലാതെ എവിടെയെങ്കിലും ഉണ്ടോ? അതും അത്രയും നമുക്ക് ബാക്കി അടുത്ത പ്രാവശ്യം വായിക്കാൻ ഒത്തിരി സമയം പോയി. എല്ലാവർക്കും നമസ്കാരം. ഇത് കുറച്ച് പേരെ കാണും, എനിക്കറിയാം. കാരണം ഇത്രയും സമയമൊന്നും ആരും മെനക്കെടത്തില്ല. എനിക്കത് നിർബന്ധവും ഇല്ല. ഇത് ഒരാൾക്കെ കാണാൻ ചിലപ്പോൾ യോഗം കാണും. അതുകൊണ്ട് ഞാൻ അത് സമാധാനിച്ചോളാം. ഞാൻ എത്ര വായലച്ചാലോ ഒരാൾക്ക് വേണ്ടി ആയാലും അവർ കണ്ടാൽ മതി. കാരണം ഇത് എല്ലാവർക്കും പറ്റുന്നത് എനിക്ക് തന്നെ അറിയാം. ഇത് എന്താ ഇത് ഈ കഥയല്ല, ഇത് നമ്മൾക്ക് വേണ്ടുന്ന വേദാന്തമാണ്. നല്ല ഗൂഢമായ രഹസ്യങ്ങളാണ്. ഇത് പെട്ടെന്ന് ആർക്കും പിടി കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് എല്ലാവർക്കും കൈകാര്യം ചെയ്യത്തും ഒക്കത്തില്ല. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.